We are going to do a Bible study on what Jesus spoke about the narrow way. ഇടുക്കമുള്ള വഴിയെക്കുറിച്ച് യേശു പറഞ്ഞ കാര്യത്തെ ആസ്പദമാക്കി ഒരു വേദപഠനം ചെയ്യുവാനാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. And you know that Jesus spoke about this narrow gate and narrow way in Matthew chapter 7. മത്തായി 7-ാം അധ്യായത്തിലാണ് ഈ ഇടുക്ക് വാതിലിനെക്കുറിച്ചും ഇടുക്ക് വഴിയെക്കുറിച്ചും യേശു പഠിപ്പിച്ചത്. And he said that at the end of the Sermon on the Mount, which is Matthew 5, 6 and 7. മത്തായി 5, 6, 7 അധ്യായങ്ങളിലെ പർവ്വത പ്രസംഗത്തിന്റെ ഒടുവിലാണ് യേശു ഇപ്രകാരം പറഞ്ഞത്. So let's look at that verse first. Matthew 7 verse 13 and 14. മത്തായി 7-ാം അധ്യായത്തിന്റെ 13, 14 വാക്യങ്ങൾ നമുക്ക് ആദ്യം നോക്കാം. Enter through the narrow gate, because the gate is wide and the way is broad that leads to destruction. There are many who enter through it. But the gate is small and the way is narrow that leads to life, and there are few who find it. ഇടുക്ക് വാതിലിലൂടെ അകത്ത് കടക്കുവിൻ, നാശത്തിലേക്ക് പോകുന്ന വാതിൽ വീതിയുള്ളതും വഴി വിശാലവും അതിൽ കൂടി കടക്കുന്നവർ അനേകരുമാകുന്നു. ജീവങ്കിലേക്ക് പോകുന്ന വാതിൽ ഇടുക്കവും വഴി ഞെരുക്കവുമുള്ളത്, അത് കണ്ടെത്തുന്നവർ ചുരുക്കമത്രേ. So both of these ways are referring to Christianity in the world. ഈ രണ്ട് വഴികളും ഈ ലോകത്തെ ക്രിസ്തീയതയെ പരാമർശിക്കുന്ന വഴികളാണ്. It's not talking about Christianity and other religions. ക്രിസ്തീയതയും മറ്റു മതങ്ങളും എന്നല്ല ഇതിന്റെ അർത്ഥം. Jesus never compared Christianity with other religions. ക്രിസ്തീയതയെ മറ്റു മതങ്ങളോട് യേശു ഒരിക്കലും താരതമ്യം ചെയ്തിട്ടില്ല. Wherever he spoke about it was always false Christianity and true Christianity. യേശു ക്രിസ്തു സംസാരിച്ചപ്പോഴൊക്കെയും യഥാർത്ഥ ക്രിസ്തീയത, തെറ്റായ ക്രിസ്തീയത, ഈ രണ്ട് കാര്യങ്ങളെ ആണ് യേശു സംസാരിച്ചത്. That's how we read in the beginning of the Bible and at the end of the Bible. അങ്ങനെയാണ് നാം വേദപുസ്തകത്തിന്റെ ആരംഭ താളുകളിലും അവസാന താളുകളിലും നാം വായിക്കുന്നത്. Let me show you that first of all in Genesis chapter 4. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായത്തിൽ ഞാൻ നിങ്ങൾക്ക് ആദ്യം തന്നെ ആ ഭാഗം കാണിച്ചു. Right at the beginning of the history of the human race. ഇവിടെ മനുഷ്യകുലത്തിന്റെ ആ ചരിത്രത്തിന്റെ ആരംഭത്തിൽ തന്നെ the story begins with two children of Adam. ആദാമിന്റെ രണ്ട് മക്കളുടെ കഥയിലാണ് അത് തുടങ്ങുന്നത്. And it's not that one worshipped some other god and that Cain worshipped some other god and Abel worshipped the true God. It's not like that. ആ രണ്ട് പേരിൽ കയീൻ മറ്റൊരു ദൈവത്തെ ആരാധിച്ചു, ഹാബേൽ മറ്റൊരു ദൈവത്തെ ആരാധിച്ചു എന്നല്ല ആ കഥ. Genesis 4:4 Cain brought an offering to Jehovah. ഇവിടെ നാം ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, 3-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, കയീൻ നിലത്തെ അനുഭവത്തിൽ നിന്ന് യഹോവയ്ക്ക് ഒരു വഴിപാട് കൊണ്ടുവന്നു. Not to Baal or some other god. ബാലിനോ മറ്റേതെങ്കിലും ഒരു ദൈവത്തിനോ അല്ല ഈ വഴിപാട് കൊണ്ടുവന്നു. Abel also brought to the same Jehovah. ഹാബേലും അവിടെ ഈ ദൈവത്തിന് തന്നെയാണ് വഴിപാട് കൊണ്ടുവന്നത്. So what do we read there? അവിടെ എന്താണ് നാം വായിക്കുന്നത്? Two people bringing their offerings to the true God. രണ്ട് വ്യക്തികൾ അവരുടെ യാഗം അവർ കൊണ്ടുവരുന്നത് യഥാർത്ഥ ദൈവത്തിനാണ് അവർ കൊണ്ടുവരുന്നത്. Who are the people bringing offerings to the true God today? ഇന്ന് യഥാർത്ഥ ദൈവത്തിന് വഴിപാടുമായിട്ട് വരുന്നവർ ആരാണ്? Who are the people bringing offerings to Jesus Christ? യേശു ക്രിസ്തുവിന് യാഗങ്ങൾ വഴിപാട് കൊണ്ടുവരുന്നത് ആരാണ്? Not even the Jews. അത് യഹൂദന്മാർ പോലുമല്ല. It is Christians. അത് ക്രിസ്ത്യാനികളാണ്. Of two types. രണ്ട് തരത്തിലുള്ള ക്രിസ്ത്യാനികൾ. One like Cain, the other like Abel. ഒന്ന് കായീനെ പോലെയുള്ള ക്രിസ്ത്യാനികൾ, മറ്റ് അത് ഹാബേലിനെ പോലെയുള്ള ക്രിസ്ത്യാനികൾ. അതിന്റെ വ്യത്യാസം എന്തായിരുന്നു? Cain brought just some offering, verse 3. അവിടെ നാം വായിക്കുന്നത് കായീൻ ഒരു വഴിപാട് കൊണ്ടുവന്നു. Abel brought the best of his flock. എന്നാൽ ഹാബേലിനെ കുറിച്ച് 4-ാം വാക്യത്തിൽ നാം വായിക്കുന്നത് ഏറ്റവും നല്ലത് മേധസ്സിൽ നിന്ന് തന്നെ ഒരു വഴിപാട് കൊണ്ടുവന്നു. So there are two types of Christians. രണ്ട് തരത്തിലുള്ള ക്രിസ്ത്യാനികളുണ്ട്. And we can refer to them as minimum Christians and maximum Christians. ആ രണ്ട് തരത്തിലുള്ള ക്രിസ്ത്യാനികളെ നമുക്ക് ഇങ്ങനെ പരാമർശിക്കാം. അവർ ഏറ്റവും കുറച്ച് എന്ത് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർ, ഏറ്റവും കൂടുതൽ എന്ത് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർ. Sitting right here in this meeting. ഈ മീറ്റിംഗിൽ പോലും ഇവിടെ അവർക്ക് ഇരിക്കുവാൻ കഴിയും. Some Christian whose attitude is, what is the minimum I have to do to go to heaven? സ്വർഗ്ഗത്തിൽ പോകുവാൻ ഞാൻ ഏറ്റവും കുറച്ച് എന്ത് ചെയ്യണം? ഇതാണ് ചില ക്രിസ്ത്യാനികളുടെ മനോഭാവം. What is the minimum I have to do without being put out of the church?
സഭയിൽ നിന്ന് എന്നെ പുറത്താക്കാതെ ഈ സഭയിലൊക്കെ ഇങ്ങനെ ചുറ്റിപ്പറ്റി തുടരാനായിട്ട് ഏറ്റവും കുറച്ച് ഞാൻ എന്ത് What is the ചെയ്യണം? minimum I have to do to maintain a good testimony in the church? സഭയിൽ ഒരു നല്ല സാക്ഷ്യം നിലനിർത്താനായിട്ട് ഏറ്റവും കുറച്ച് ഞാൻ എന്ത് ചെയ്യണം? And then there are others മറ്റുള്ളവരുണ്ട്, who are not calculating like that. അവരങ്ങനെ കണക്ക് Their കൂട്ടുന്നവരല്ല. attitude is not at all what people think about them. അവരുടെ മനോഭാവം ആളുകൾ അവരെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നു എന്നുള്ളതല്ല. But what is the maximum I can do with this one life God has given me? ദൈവം എനിക്ക് നൽകിയ ഈ ഒറ്റ ജീവിതം കൊണ്ട് എനിക്ക് ഏറ്റവും കൂടുതൽ ദൈവത്തിന് എന്ത് What നൽകുവാൻ is the കഴിയും? maximum I can do to show my gratitude to Jesus for having died for me? എനിക്കായി ക്രൂശിൽ മരിച്ചതിന് യേശുവിനോട് എനിക്ക് എങ്ങനെയാണ് എൻ്റെ നന്ദി പ്രകടിപ്പിക്കുവാൻ കഴിയുക? And you know which category you are in. നിങ്ങൾ ഏത് ഈ കൂട്ടത്തിൽ ഏത് തരത്തിലാണ് എന്ന് നിങ്ങൾക്ക് Now തന്നെ when you come to തീരുമാനിക്കാം. the end of the Bible, നാം വേദപുസ്തകത്തിന്റെ അവസാന ഭാഗത്തേക്ക് you വരുമ്പോൾ find the same two categories. ഈ രണ്ട് വ്യത്യസ്ത ധാരകൾ നമുക്ക് അവിടെ കാണാം. Here it's not called Cain and Abel. ഇവിടെ നാം കായീൻ ഹാബേൽ എന്നല്ല നാം വായിക്കുന്നത്. We read in the book of Jude about this way of Cain in which people are going. നാം യൂദായുടെ ലേഖനത്തിൽ കായീന്റെ വഴിയെക്കുറിച്ച് നാം അവിടെ വായിക്കുന്നുണ്ട്. In Jude verse 11. യൂദ 11-ാം വാക്യം, Those who go in the way of Cain. അവർ കായീന്റെ വഴിയിൽ നടക്കുന്നു. So there's a warning towards the end of the Bible about the way of Cain. കായീന്റെ വഴിയെക്കുറിച്ച് വേദപുസ്തകത്തിന്റെ അവസാന ഭാഗത്ത് ഒരു മുന്നറിയിപ്പ് നമുക്ക് And കാണാം. this warning is given, verse 1, to those who are the called, beloved in God and kept for Jesus Christ. ഇവിടെ ഇതാ യേശുക്രിസ്തു ദൈവത്തിൽ സ്നേഹിക്കപ്പെട്ടും യേശുക്രിസ്തുവിനെ സൂക്ഷിക്കപ്പെട്ടും ഇരിക്കുന്നവരായി വിളിക്കപ്പെട്ടവർക്കാണ് ഈ ലേഖനം യൂദ എഴുതുന്നത്. Verse 1. 1-ാം വാക്യം. And we are among that crowd, called, beloved, kept in Christ. ഇതാ വിളിക്കപ്പെട്ടവർ, സൂക്ഷിക്കപ്പെട്ടവർ, അങ്ങനെയുള്ള ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടവർ, ആ കൂട്ടത്തിലാണ് നാം ഓരോരുത്തരും. And what is he telling us? Beware of the way of Cain. നമ്മോട് എന്താണ് ദൈവം പറയുന്നത്? കായീന്റെ വഴിയെ നിങ്ങൾ സൂക്ഷിക്കുക. Do we have to beware of the way of Cain when we are beloved of God and kept by Jesus Christ? നാം ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടും ദൈവത്തിനായി സൂക്ഷിക്കപ്പെട്ടും ഇരിക്കുന്നവരായ നാം കായീന്റെ വഴിയെക്കുറിച്ച് നാം സൂക്ഷിക്കേണ്ടതുണ്ടോ? If there is no need of such a warning, why should it be here? അങ്ങനെ ഒരു മുന്നറിയിപ്പിന്റെ ആവശ്യമില്ലെങ്കിൽ അത് എന്തിനാണ് ഈ മുന്നറിയിപ്പ് ഇവിടെ Or രേഖപ്പെടുത്തിയിരിക്കുന്നത്? the error of Balaam, verse 11, that is going after money. അല്ലെങ്കിൽ ഇതാ ഇവിടെ ബിലയാമിന്റെ വഞ്ചനയെ കുറിച്ച് പറയുന്നു. അത് എന്തിനാണ്? അത് പണത്തെയാണ് പരാമർശിക്കുന്നത്. അത് എന്തിനാണ് Or the രേഖപ്പെടുത്തിയിരിക്കുന്നത്? rebellion of Korah, or having a rebellious attitude in the church. That is also a warning for believers. അല്ലെങ്കിൽ ഇതാ കോരഹിന്റെ മത്സരത്തെക്കുറിച്ച് ഇവിടെ 11-ാം വാക്യത്തിൽ നാം വായിക്കുന്നു. അതും വിശ്വാസികൾക്കുള്ള ഒരു മുന്നറിയിപ്പാണ്. So these are warnings that believers can be in the wrong group. ഇത് എൻ്റെ അർത്ഥം വിശ്വാസികൾക്ക് അവർ തെറ്റായ കൂട്ടത്തിന്റെ ഭാഗമായി തീരുവാൻ കഴിയുമെന്നുള്ളതാണ്. That is what we must always warn our believers in our churches. അതുകൊണ്ട് നമ്മുടെ സഭകളിലുള്ള നമ്മുടെ വിശ്വാസികളെയും അതുകൊണ്ട് നാം അപ്രകാരമുള്ള മുന്നറിയിപ്പ് നാം What do we tell നൽകണം. them? നാം എന്താണ് പറയേണ്ടത്? Verse 1, you all are called, beloved by God the Father and kept for Jesus Christ. നാം അവരോട് പറയണം, നിങ്ങൾ ദൈവത്തിൽ സ്നേഹിക്കപ്പെട്ടവരാണ്, യേശുവിനായി സൂക്ഷിക്കപ്പെട്ടവരാണ്, വിളിക്കപ്പെട്ടവരാണ്. Verse 1. 1-ാം വാക്യം. But we want to warn you, take the example of Cain, Balaam and Korah and be careful. എന്നാൽ ഞങ്ങൾ അതോട് ചേർന്ന് നിങ്ങൾക്ക് കായീന്റെയും ബിലയാമിന്റെയും കോരഹിന്റെയും ഒക്കെ കാര്യം കൊണ്ട് നിങ്ങളെ ഒരു മുന്നറിയിപ്പ് ഞങ്ങൾ നൽകട്ടെ. So when we come to Revelation chapter 17 to 19, വെളിപ്പാട് 17 to 21, വെളിപ്പാട് പുസ്തകം നാം 17-ാം അധ്യായം മുതൽ 21-ാം അധ്യായം വരെ നാം we നോക്കുമ്പോൾ see a contrast between what is called Babylon and Jerusalem. നമുക്ക് ബാബിലോണിനെയും യെരുശലേമിനും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് അവിടെ കാണുവാൻ കഴിയും. Begins as Cain and Abel, കായീനും ഹാബേലും എന്ന രീതിയിൽ തുടങ്ങിയ ends as Babylon and Jerusalem. അത് അവസാനിക്കുന്നത് ബാബിലോൺ ജെറുസലേം എന്ന രണ്ട് തരത്തിലാണ്. Babylon is not some false religion. ബാബിലോൺ എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു തെറ്റായ മതമല്ല. Because Babylon is called a harlot. ബാബിലോണിനെ വേശ്യ എന്നാണ് വിളിക്കുന്നത്. A person is a harlot if you are engaged to the true God and you are unfaithful to the true God. യഥാർത്ഥ ദൈവത്തിന് വിവാഹം നിശ്ചയം ചെയ്ത ശേഷം യഥാർത്ഥ ദൈവത്തോട് അവിശ്വസ്തത പുലർത്തുന്നവരെയാണ് വേശ്യ എന്ന് വിളിക്കുവാൻ കഴിയുക. So it's people who say I belong to Jesus Christ but live for the world and money and other things. ഞാൻ യേശുവിന് വേണ്ടി ജീവിക്കുന്നു എന്ന് പറയുകയും ലോകത്തിനും പണത്തിനും വേണ്ടി ജീവിക്കുകയും ചെയ്യുന്നവരെയാണ് അങ്ങനെ വിളിക്കുന്നത്. Other religions cannot be a part of Babylon.
മറ്റ് മതങ്ങൾക്ക് ബാബിലോണിന്റെ ഭാഗമായി തീരുവാൻ Because they കഴിയുകയില്ല. are not engaged to Jesus Christ. കാരണം അവര് യേശുവിനായി വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ടവരല്ല. This is a contrast between people who are engaged to Christ but go after the world. ക്രിസ്തുവിനോട് വിവാഹ നിശ്ചയം ചെയ്ത ശേഷം ഈ ലോകത്തിന് പുറകെ പോകുന്നവരും. You know, it's like a woman who is engaged to be married to a man. ഒരു സ്ത്രീ ഒരു പുരുഷനോട് വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. The man has gone to far country and say, I'll take a few years to come back, be faithful for me. അദ്ദേഹം ഒരു ദൂരദേശത്ത് പോയി, ദൂര രാജ്യത്ത് പോയി, ഞാൻ ചില വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് തിരിച്ചു വരിക എന്ന് പറയുന്നു. And during that period she is fooling around with other men. എന്നാൽ ആ സമയത്ത് ഈ സ്ത്രീ മറ്റ് പുരുഷന്മാരോട് ചേർന്ന് തന്റെ സമയം പാഴാക്കുന്നു. Unfaithful. അവൾ അവിശ്വസ്തയാണ്. Now there are other women also who are moving with others, but they are not engaged to this man. എന്നാൽ മറ്റ് സ്ത്രീകളും ഈ വ്യക്തിയോടൊപ്പം നടക്കുന്നുണ്ട്. പക്ഷേ അവര് ഈ ദൂരദേശത്ത് പോയ പുരുഷനോട് വിവാഹ നിശ്ചയം ചെയ്തവരല്ല. So they are not part of the harlot. അതുകൊണ്ട് അവര് ഈ വേശ്യയുടെ ഭാഗമല്ല. So Babylon is a picture of harlot Christianity. അതുകൊണ്ട് ബാബിലോൺ എന്ന് പറയുന്നത് ഒരു ഈ തരത്തിലുള്ള അവിശ്വസ്തരായ ക്രിസ്ത്യാനികളുടെ ഒരു കൂട്ടമാണ്. And Jerusalem, യെരുശലേമോ bride of Christ. ക്രിസ്തുവിന്റെ മണവാട്ടി, യഥാർത്ഥ മണവാട്ടിയോ. See that you read in Revelation 21 verse 2. വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, New Jerusalem made ready as a bride for her husband. പുതിയ യെരുശലേം എന്ന വിശുദ്ധ നഗരം ഭർത്താവിനായി അലങ്കരിച്ചിട്ടുള്ള മണവാട്ടിയെ പോലെ ഒരുങ്ങുന്നു. Here's Cain and Abel at the beginning, Babylon and Jerusalem at the end. കായീനും ഹാബേലും ആരംഭത്തിൽ, ബാബിലോണും യെരുശലേമും അവസാനം. And in between, അതിനിടയിൽ we have the Sermon on the Mount. നമുക്ക് ഈ പർവ്വത പ്രസംഗമുണ്ട്. That's almost the first chapter, the first section in Matthew after the temptation of Jesus. യേശുവിന്റെ പരീക്ഷകളെ കുറിച്ച് പരാമർശിച്ച ശേഷം വേദപുസ്തകത്തിലെ ആദ്യ ഭാഗത്ത് കാണുന്ന കാര്യമാണ് ഈ ഇടുക്കുവഴിയെക്കുറിച്ച്. The New Testament begins with the Sermon on the Mount. നമുക്ക് വേണമെങ്കിൽ പറയാം, പുതിയ നിയമം ഈ പർവ്വത പ്രസംഗത്തിലാണ് ആരംഭിക്കുന്നത്. That's the first message in the New Testament. അതാണ് പുതിയ നിയമത്തിലെ ആദ്യത്തെ സന്ദേശം. And there, this Cain-Abel difference and the Babylon-Jerusalem difference is described as broad way and narrow way. ഈ കായീനും ഹാബേലും തമ്മിലുള്ള വ്യത്യാസം, അല്ലെങ്കിൽ ബാബിലോൺ and Jerusalem, ബാബിലോണും യെരുശലേമും തമ്മിലുള്ള വ്യത്യാസം, ഈ കാര്യത്തെ broad way and narrow way. വിശാലമായ വഴി, അതുപോലെ ഇടുക്കമുള്ള വഴി, ഈ രണ്ട് രീതിയിലാണ്. You have to see the connection. നിങ്ങൾക്ക് അതിന്റെ ബന്ധം നിങ്ങൾക്ക് കാണുവാൻ കഴിയുന്നുണ്ടോ? It's like a stream flowing from the beginning of time till the end. ഇത് ആ സമയത്തിന്റെ ആരംഭം മുതൽ അവസാനം വരെ ഒഴുകുന്ന ഒരു അരുവി പോലെയാണ്. In between there are many people in this two streams. ഈ രണ്ട് ധാരയിൽ, ഈ രണ്ട് ഒഴുക്കിൽ പല പല ആളുകൾ അതിനിടയിൽ ഉണ്ട്. People following in the footsteps of Cain were Balaam, Korah. കായിന്റെയും ബിലയാമിന്റെയും കോരയുടെയും കാൽച്ചുവടുകൾ പിൻപറ്റുന്ന ആളുകൾ, Saul, ശൗലിനെ പിൻപറ്റുന്ന, all the false prophets, അല്ലെങ്കിൽ കള്ളപ്രവാചകന്മാരെ പിൻപറ്റുന്ന, finally the Pharisees. അവസാനം ഇതാ നാം പരീശന്മാരെ കാണുന്നു. Today's hypocritical Christians. ഇന്നത്തെ കപടഭക്തിക്കാരായ ക്രിസ്ത്യാനികൾ In any denomination, ഏത് സഭാവിഭാഗമാകും, including CFC. CFCയിൽ ഉൾപ്പെടെ, I'm absolutely convinced there are Babylonian Christians sitting in CFC today. CFCയിൽ ഇന്ന് ഇരിക്കുന്ന ക്രിസ്ത്യാനികളുടെ ഇടയിലും ബാബിലോണിയ ക്രിസ്ത്യാനികൾ ഉണ്ട് എന്ന് എനിക്ക് ഉറപ്പാണ്. I believe there are Jerusalem Christians sitting in other denominations. അതുപോലെ തന്നെ എനിക്ക് അറിയാം, മറ്റ് സഭാവിഭാഗങ്ങളിൽ യെരുശലേം ക്രിസ്ത്യാനികളുണ്ട്. Some people ask me, you think CFC is the only group that God accepts? ചില ആളുകൾ എന്നോട് ചോദിക്കാറുണ്ട്, CFC മാത്രമാണോ ദൈവം അംഗീകരിക്കുന്ന ഒരു സഭ? Not at all. അങ്ങനെയല്ല. Anybody who has the harlot spirit sitting in any church will be rejected by the Lord. ഏത് സഭയിലിരുന്നാലും ഈ തരത്തിലുള്ള ഒരു വേശ്യയുടെ ആത്മാവുള്ള വ്യക്തിയെ ദൈവം തിരസ്കരിക്കും. If you have the bridal faithful spirit, you sit in any church, the Lord will accept you. നിങ്ങൾക്കൊരു മണവാട്ടിയുടെ വിശ്വസ്തതയുള്ള ആത്മാവ് ഉള്ള വ്യക്തിയാണെങ്കിൽ നിങ്ങൾ ഏത് സഭയിലാണെങ്കിലും ദൈവം നിങ്ങളെ അംഗീകരിക്കും. The reason why we seek to obey everything in the New Testament is so that we can be a pure light for God without compromise. നാം ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും അനുസരിക്കുവാനായിട്ട് നാം പറയുന്നത് നമുക്ക് ഒത്തുതീർപ്പില്ലാതെ ദൈവത്തിനായിട്ട് ഒരു ശുദ്ധമായ വെളിച്ചമായിട്ട് നിൽക്കുവാൻ വേണ്ടിയാണ്. So
Remember, just like there was a group of people, the Pharisees and the followers of Jesus in Jesus' time. യേശുവിൻ്റെ കാലഘട്ടത്തിൽ യേശുവിനെ പിൻപറ്റിയ ആളുകൾ, അതുപോലെ പരീശന്മാർ എന്ന രണ്ട് ഗ്രൂപ്പുകൾ ഉണ്ടായിരുന്നതുപോലെ They believed the Bible, they taught the Bible. അവര് ദൈവവചനം വിശ്വസിച്ചു, അവര് ദൈവവചനത്തെക്കുറിച്ചാണ് സംസാരിച്ചത്. We read in Matthew 23 മത്തായി 23-ാം അധ്യായത്തിൽ നാം വായിക്കുന്നു that Jesus told his disciples, അവിടെ യേശു തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, verse 3, everything that the Pharisees tell you to do, you can do. പരീശന്മാർ നിങ്ങളോട് പറയുന്നത് എല്ലാം നിങ്ങൾ ചെയ്യുക. Matthew 23 verse 3. മത്തായി 23-ന്റെ 3-ാം വാക്യം. Now tell me, നിങ്ങൾ ഇപ്പോൾ പറയുക, do you think Jesus will today say everything the Roman Catholics tell you to do it? നിങ്ങൾ പറയുക, യേശു ഇന്ന് വന്നിട്ട് പറയുമോ റോമൻ കത്തോലിക്കർ ചെയ്യുന്നതെല്ലാം നിങ്ങൾ ചെയ്യുക? Everything that the Marthoma people say, church says, do it. മർത്തോമ സഭയിലുള്ള ആളുകൾ പറയുന്നതൊക്കെ നിങ്ങൾക്ക് ചെയ്യാം. Will Jesus say like that? യേശു അങ്ങനെ പറയുമോ? Which group will he say everything they say you can do? ഏത് ഗ്രൂപ്പിനെ നോക്കിയാണ് അവർ പറയുന്നതൊക്കെ നിങ്ങൾക്ക് ചെയ്യാമെന്ന് യേശു പറയുക? People who respect the Bible so much that they accept all of it as the word of God. വേദപുസ്തകത്തെ ബഹുമാനിക്കുകയും വേദപുസ്തകത്തിലുള്ളതെല്ലാം അത് ദൈവവചനമാണ് എന്ന് അംഗീകരിക്കുകയും ചെയ്യുന്ന ആളുകളായിരുന്നു ഇവർ. Not only believe it but teach it. എന്നാൽ അവരത് വിശ്വസിക്കുക മാത്രമല്ല, അത് പഠിപ്പിക്കുകയും ചെയ്യുമായിരുന്നു. Who was the only group in Jesus' time that did that? യേശുവിന്റെ കാലഘട്ടത്തിൽ അപ്രകാരം ചെയ്തിരുന്ന ഏക ഗ്രൂപ്പ് അതാരായിരുന്നു? Not the Sadducees, the Pharisees. അത് സദൂക്യന്മാരായിരുന്നില്ല, അത് പരീശന്മാരായിരുന്നു. But Jesus said they all go to hell. എന്നാൽ യേശു പറഞ്ഞു അവര് നരകത്തിലേക്ക് പോകും. Everything they teach is correct. അവര് പഠിപ്പിക്കുന്നതെല്ലാം ശരിയാണ്. But in the same chapter, എന്നാൽ അതേ അധ്യായത്തിൽ he tells them, അവരോട് പറയുന്നു, how will you escape the sentence of hell? Verse 33. 33-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, നിങ്ങൾ എങ്ങനെ സർപ്പസന്തതികളെ നിങ്ങൾ നരകവിധി എങ്ങനെ ഒഴിഞ്ഞു പോകും? Everything you teach in the Bible is correct, but you will not escape hell. നിങ്ങൾ പഠിപ്പിക്കുന്ന വേദപുസ്തകത്തിൽ നിന്ന് നിങ്ങൾ പഠിപ്പിക്കുന്ന എല്ലാ കാര്യങ്ങളും ശരിയാണ്, പക്ഷേ നിങ്ങൾക്ക് നരകവിധി ഉണ്ടാകും. Why? എന്തുകൊണ്ട്? Because they don't live according to that. കാരണം അവര് ഈ വായിക്കുന്ന കാര്യങ്ങൾ അവർ വിശ്വസിക്കുന്നില്ല. Now today we can look at some group ഇന്ന് നമുക്ക് ചില and say, കൂട്ടങ്ങളെ they are നോക്കാം. teaching all correct things. നമുക്ക് പറയാം അവർ പഠിപ്പിക്കുന്നതൊക്കെ ശരിയാണ്. They teach water baptism, they teach even baptism in the Holy Spirit. അവര് വെള്ളത്തിലുള്ള സ്നാനത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നു, അവര് പരിശുദ്ധാത്മ സ്നാനത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നു, speaking in tongues. അവര് അന്യഭാഷയിൽ സംസാരിക്കുന്നതിനെ കുറിച്ച് പറയുന്നു, ദൈവത്തെ സ്തുതിക്കുന്നതിനെ കുറിച്ച് പറയുന്നു. Like Jesus said about the Pharisees, you can say everything they teach you can follow. പരീശന്മാരെ കുറിച്ച് പറയുന്നത് പോലെ അവര് പഠിപ്പിക്കുന്നതൊക്കെ നിങ്ങൾക്ക് പിൻപറ്റാം. And nowadays I've heard that because prosperity gospel is not so popular, they are coming back to teaching about holiness now. ഇപ്പോൾ ഞാൻ ഇങ്ങനെ കേൾക്കുകയുണ്ടായി, ഇപ്പോൾ സമൃദ്ധിയുടെ സുവിശേഷത്തിന് അത്രയധികം കേൾക്കുവാനായിട്ട് ആളുകളില്ല. അപ്പോൾ അതുകൊണ്ട് അവരിപ്പോൾ വിശുദ്ധിയുടെ സുവിശേഷത്തെ, വിശുദ്ധിയുടെ കാര്യങ്ങൾ കേൾക്കാൻ താല്പര്യമുണ്ട്. Are they living it? എന്നാൽ അവരത് ജീവിക്കുന്നുണ്ടോ? It's not a question of what they teach. അവരെന്ത് പഠിപ്പിക്കുന്നു എന്നുള്ളതല്ല. I am not deceived if people teach 100% like we teach. നാം പഠിപ്പിക്കുന്ന 100% അതുപോലെ പഠിപ്പിക്കുന്നു എന്നുള്ളത് കൊണ്ട് ഞാൻ വഞ്ചിക്കപ്പെടുകയില്ല. I want to see if their leaders are loving money. അവരുടെ നേതാക്കന്മാർ അവർ പണത്തെ സ്നേഹിക്കുന്നവരാണോ? അതാണ് ഞാൻ നോക്കുന്നത്. I want to see if the leaders are humble people who are willing to wash the feet of their fellow believers. തങ്ങളുടെ കൂട്ട സഹോദരങ്ങളുടെ കാൽപാദം കഴുകുവാൻ താഴ്മയുള്ള നേതാക്കന്മാരാണോ അവർക്കുള്ളത്? I want to see if the leaders, their children are God-fearing people walking in God's ways. ദൈവത്തിന്റെ വഴിയിൽ നടക്കുന്ന ദൈവഭക്തരായ മക്കളെയാണോ ഈ നേതാക്കന്മാർ വളർത്തിക്കൊണ്ടുവരുന്നത് എന്ന് എനിക്ക് കാണണം. I'm not going only by what they teach. അവരെ പഠിപ്പിക്കുന്നത് കൊണ്ട് മാത്രമല്ല ഞാൻ നോക്കുന്നത്. Even CFC, some people say, brother, they are also teaching now what we teach. ഇപ്പോൾ CFCയിലും ചില ആളുകൾ പറയാറുണ്ട്, സഹോദര നമ്മൾ പഠിപ്പിക്കുന്നതൊക്കെ തന്നെ അവരും പഠിപ്പിക്കുന്നു. Disciples could have told Jesus, even the Pharisees are teaching what we teach. ശിഷ്യന്മാര് യേശുവിനോട് ചെന്ന് പറഞ്ഞു, യേശുവേ ഇത് നമ്മൾ പഠിപ്പിക്കുന്നത് തന്നെയാണ് ഈ പരീശന്മാരും പഠിപ്പിക്കുന്നത്. They couldn't distinguish because they went only by the teaching. അവർ ഈ പഠിപ്പിക്കൽ മാത്രം നോക്കിയതുകൊണ്ട് അവർക്ക് അതിന്റെ വ്യത്യാസം മനസ്സിലായില്ല. Jesus said, look at their life. യേശു പറഞ്ഞു, അവരുടെ ജീവിതം നോക്കുക. They love money. അവർ പണം സ്നേഹിക്കുന്നു, honor. അവർ മാനം സ്നേഹിക്കുന്നു. They always like to sit in prominent places. അവർക്ക് എപ്പോഴും പ്രധാന സ്ഥാനം അന്വേഷിക്കുന്നു.
They will not escape the damnation of hell, because the more you teach the truth, the more your judgment will be if you don't obey it. നരകവിധി അവർ തെറ്റി ഒഴിയുകയില്ല. കാരണം നിങ്ങൾ കൂടുതൽ പഠിപ്പിക്കും തോറും നിങ്ങൾ കൂടുതൽ അനുസരണക്കേടിലാണ്, നിങ്ങൾ അനുസരിക്കുന്നില്ലെങ്കിൽ. It's very important to understand the narrow way. അതുകൊണ്ട് ഇടുക്കമുള്ള വഴി എന്താണ് എന്ന് മനസ്സിലാക്കുന്നത് വളരെ പ്രാധാന്യമുള്ള കാര്യമാണ്. Very quickly, in today and tomorrow in the Bible study, I want to teach about 9 wrong attitudes and 9 right attitudes that mark the narrow way. ഇടുക്കമുള്ള വഴിയുടെ അടയാളമായി 9 ശരിയായ മനോഭാവങ്ങൾ, 9 തെറ്റായ മനോഭാവങ്ങൾ. ഈ കാര്യം ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പഠിപ്പിക്കട്ടെ. In Matthew, you can study it more on your own. നിങ്ങൾക്ക് അത് വ്യക്തിപരമായി നിങ്ങൾക്ക് കൂടുതലായിട്ട് പഠിക്കാം. In Matthew 5, മത്തായി 5 verses 3 to 12, അവിടെ 3 മുതൽ 12 വരെയുള്ള he വാക്യം. speaks about 9 right attitudes that we should have. അവിടെ 3 മുതൽ 12 വരെയുള്ള ആ വാക്യങ്ങളിൽ നമുക്കുണ്ടായിരിക്കേണ്ട 9 ശരിയായ മനോഭാവങ്ങളെക്കുറിച്ച് നാം വായിക്കുന്നു. And then the rest of the Sermon on the Mount, അതിനെ തുടർന്ന് നാം കാണുന്ന പർവ്വത പ്രസംഗം, he talks about 9 wrong attitudes that we can have. നമുക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ള 9 തെറ്റായ മനോഭാവങ്ങളെക്കുറിച്ചും നാം വായിക്കുന്നു. We must not only know the right way, we must know where the wrong way is. നമുക്ക് ശരിയായ വഴി ഏതാണെന്ന് മാത്രം മനസ്സിലാക്കിയാൽ പോരാ, തെറ്റായ വഴി ഏതാണ് എന്നും നാം മനസ്സിലാക്കണം. We can say that here Jesus described the narrow way and the broad way. ഇവിടെ ഇതാ യേശു ക്രിസ്തു ഇടുക്കമുള്ള വഴിയും വിശാലമായ വഴിയും രണ്ടും യേശു പരിചയപ്പെടുത്തുന്നു. Narrow way is the 9 right attitudes. ഈ ഇടുക്കമുള്ള വഴി എന്ന് പറയുന്നത് 9 ശരിയായ മനോഭാവങ്ങളാണ്. And those who avoid the 9 wrong attitudes, അത് മാത്രമല്ല ഈ 9 തെറ്റായ മനോഭാവങ്ങളെ ഒഴിവാക്കുന്നവരാണ് ഇടുക്ക വഴിയിലൂടെ സഞ്ചരിക്കുന്നത്. അവരാണ് ഇടുക്ക വഴിയിലൂടെ സഞ്ചരിക്കുന്നത്. And those who ignore the 9 right attitudes, ഈ 9 ശരിയായ മനോഭാവങ്ങളെ തിരസ്കരിക്കുന്നവർ, and those who are walking along who don't take the wrong attitudes as serious, ഈ തെറ്റായ മനോഭാവങ്ങൾ ഗൗരവമായി എടുക്കാത്തവർ, they are going on the broad way. അവര് ഈ വിശാലമായ തെറ്റായ വഴിയിലാണ് പോകുന്നത്. And that's why at the end of the Sermon on the Mount Jesus said, here are the 2 ways, narrow way and broad way. അതുകൊണ്ടാണ് യേശു ഈ പർവ്വത പ്രസംഗത്തിന്റെ അവസാനത്തിൽ പറയുന്നത്, ഇതാ 2 വഴി, ഒന്ന് ഇടുക്കമുള്ള വഴി, ഒന്ന് വിശാലമായ വഴി. He had just described it. അവൻ അതിനു മുമ്പ് അതെന്താണ് എന്ന് പറഞ്ഞു. And he said very few, Matthew 7:14, will find this narrow way to life. ഈ ജീവങ്കിലേക്ക് പോകുന്ന ഇടുക്കമുള്ള വഴി കണ്ടെത്തുന്നവർ വളരെ ചുരുക്കമായിരിക്കുമെന്ന് യേശു അവിടെ പറയുകയും ചെയ്തു. So I am not surprised if very few people even in CFC find this way. ഈ ഇടുക്ക വഴി കണ്ടെത്തുന്നവർ അത് CFCയിലാണെങ്കിൽ പോലും വളരെ കുറച്ചു പേരാണ് എന്നതിൽ എനിക്ക് അത്ഭുതമില്ല. I am not under any false impression that everybody in CFC is walking the narrow way. CFCയിലുള്ള എല്ലാവരും ഈ ഇടുക്ക് വഴിയിൽ നടക്കുന്നവരാണ് എന്ന ഒരു തെറ്റായ ധാരണ എനിക്കില്ല. See, I do not judge a church by the people sitting there. ഒരു സഭയിൽ അവിടെ ഇരിക്കുന്ന ആളുകളുടെ എണ്ണം നോക്കിയല്ല ഞാൻ അവരെ വിധിക്കുന്നത്. Because that case we'll have to say even Jesus' church is a bad church, because one of the worst human beings was member of his church, Judas Iscariot. യേശുവിന്റെ സഭ ഒരു വളരെ മോശം സഭയായിരുന്നു എന്ന് നാം പറയേണ്ടി വരും. കാരണം യേശുവിന്റെ സഭയിൽ ഏറ്റവും മോശക്കാരനായ ഒരു വ്യക്തി യൂദാസ് ഇസ്കറിയോത്താവ് ഉണ്ടായിരുന്നു. Man whom Jesus said is better is not even born. അവൻ ജനിക്കാതിരിക്കുന്നത് നല്ലതായിരുന്നു എന്ന് പറഞ്ഞ ഒരുവൻ. What a terrible thing to say about a human being. It is better if you were not even born. നീ ജനിക്കാതിരുന്നെങ്കിൽ നല്ലായിരുന്നു എന്ന് ഒരു മനുഷ്യനോട് പറയുന്നത് എത്ര മോശമായ ഒരു കാര്യമാണ്. was sitting in Jesus' church. ആ വ്യക്തി യേശുവിന്റെ സഭയിലാണ് ഇരുന്നത്. So if we see some people like that in CFC, you can't say that's a bad church. CFCയിൽ അങ്ങനെയുള്ള ചില ആളുകളെ നിങ്ങൾ കണ്ടു എന്നതുകൊണ്ട് CFC ഒരു മോശം സഭയാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. What is the leadership like? That is the test. അവന്റെ ഒരു ടെസ്റ്റ് എന്ന് പറയുന്നത് അവിടുത്തെ നേതാക്കന്മാർ എങ്ങനെയുള്ളവരാണ്. The leadership was in the hands of Jesus. ഈ നേതൃത്വം യേശുവിന്റെ കയ്യിലായിരുന്നു. And that's what I look at to decide whether a church is good or not. ഒരു സഭ നല്ലതാണോ മോശമാണോ എന്നുള്ളത് തീരുമാനിക്കുന്നതിന് ആ സഭയിലെ നേതൃത്വം ആരാണ് എന്നാണ് ഞാൻ നോക്കുക. Not the 12 people sitting there. അവിടെ ഇരിക്കുന്ന 12 പേരെ നോക്കിയല്ല. Even Peter is one who denied Jesus. പത്രോസ് പോലും യേശുവിനെ തള്ളി പറഞ്ഞവനാണ്. James and John were competing to sit on the right hand and left hand of Jesus. യേശുവിന്റെ വലത്തുഭാഗത്തും ഇടത്തുഭാഗത്തും ഇരിക്കുവാനായിട്ട് അന്യോന്യം മത്സരിക്കുന്നവരായിരുന്നു യാക്കോബും യോഹന്നാനും. And all the others forsook Jesus in the garden of Gethsemane. ഗെത്സമന തോട്ടത്തിൽ യേശുവിനെ മറ്റെല്ലാ ശിഷ്യന്മാരും യേശുവിനെ വിട്ട് ഓടിപ്പോയി, മാറിപ്പോയി. Look at the leadership. എന്നാൽ നേതൃത്വത്തെ നിങ്ങൾ നോക്കുക. Same way in a church. അതുപോലെ തന്നെയാണ് ഒരു സഭയിലും. We don't look at just the people. നാം ആളുകളെ മാത്രമല്ല നോക്കുന്നത്. Some may backslide like Peter.
ചിലർ പത്രോസിനെ പോലെ പിന്മാറ്റത്തിലേക്ക് Some may പോയെന്ന് വരാം. seek positions of honor like James and John. യോഹന്നാനെയും യാക്കോബിനെയും യോഹന്നാനെയും പോലെ പ്രധാന സ്ഥാനം അന്വേഷിക്കുന്ന We ചിലരുണ്ടാകാം. don't judge a church like that. നാം അങ്ങനെ നോക്കിക്കൊണ്ടല്ല ഒരു സഭയെ വിധിക്കുന്നത്. The leadership. അവിടുത്തെ നേതൃത്വം. Every CFC church must be assessed by its leadership. ഓരോ CFC സഭയും അവിടുത്തെ നേതൃത്വം എങ്ങനെയുണ്ട് എന്നതിൽ ആസ്പദമാക്കിയാണ് അതിന്റെ തരം നിശ്ചയിക്കേണ്ടത്. What is the leadership preaching in this church? ഈ സഭയിലുള്ള നേതാക്കന്മാർ എന്താണ് സംസാരിക്കുന്നത്? Not are there any hypocrites here? അവിടെ ഏതെങ്കിലും കപടഭക്തിക്കാരുണ്ടോ എന്നുള്ളതല്ല. Even in the first church that started after the day of Pentecost, പെന്തക്കോസ്ത് നാളിൽ ആരംഭിച്ച ആദ്യത്തെ സഭയിൽ തന്നെ there കപടഭക്തിക്കാരുണ്ടായിരുന്നു. were two such big hypocrites sitting there that God punished them with death, Ananias and Sapphira, immediately. അനന്യ സഫേറ എന്ന് പറയുന്ന പേരുള്ള രണ്ട് കപടഭക്തിക്കാർ അവിടെ ഉണ്ടായിരുന്നു. അവരെ അപ്പോൾ തന്നെ ദൈവം അവരെ ന്യായം വിധിച്ചു. So we can't say it's a corrupt church. അതുകൊണ്ട് അതൊരു തെറ്റായ മോശം സഭയായിരുന്നു എന്ന് നമുക്ക് പറയുവാൻ Look at കഴിയില്ല. the leadership. അവിടെയുള്ള നേതാക്കന്മാരെ നോക്കുക. Peter, James, John. പത്രോസ്, യോഹന്നാൻ, യാക്കോബ്. That is the test of any church. ഒരു സഭയുടെ തരത്തെ മനസ്സിലാക്കുവാൻ അതാണ് യഥാർത്ഥത്തിലുള്ള Do ഒരു they പരീക്ഷ. preach the whole truth of God? അവര് ദൈവവചനത്തിലെ എല്ലാ സത്യങ്ങളും അവർ പ്രസംഗിക്കുന്നു. You assess a CFC church by this test. നിങ്ങളും ഒരു CFC സഭയുടെ തരം ഈ ഒരു പരീക്ഷയിലൂടെ കണ്ടെത്തുക. Is the leadership preaching the narrow way consistently? തുടർമാനമായി ഈ ഇടുക്ക് വഴിയെ കുറിച്ചാണോ അവിടെയുള്ള നേതാക്കന്മാർ Are പ്രസംഗിക്കുന്നത്? they emphasizing the 9 right attitudes and the 9 wrong attitudes in that church? ആ സഭയിൽ അവർ ഈ 9 ശരിയായ മനോഭാവങ്ങളെയും 9 തെറ്റായ മനോഭാവങ്ങളെയും കുറിച്ച് അവർ പ്രസംഗിക്കുന്നുണ്ടോ? I can say for 43 years I preached this 9 wrong attitudes and the 9 right attitudes and wrong attitudes. ഞാൻ കഴിഞ്ഞ 43 വർഷമായി ഈ 9 ശരിയായ മനോഭാവങ്ങളും ഈ 9 തെറ്റായ മനോഭാവങ്ങളെ കുറിച്ച് ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്. I tell people, I don't know why people still want to listen to me because I'm preaching the same thing all the time. ഞാൻ ആളുകളോട് ചോദിക്കാറുണ്ട്, നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് വീണ്ടും എന്നെ കേൾക്കുവാൻ താല്പര്യമുള്ളത് എന്ന് എനിക്കറിയില്ല. കാരണം ഞാൻ ആദ്യം മുതൽ ഒരേ കാര്യം തന്നെയാണ് I'm not പറയുന്നത്. preaching anything new. ഞാനൊന്നും പുതുതായിട്ട് I പ്രസംഗിക്കുന്നില്ല. don't get any new revelation after being caught up to the third heaven or something like that. എനിക്ക് മൂന്നാം സ്വർഗ്ഗത്തിലേക്ക് ഉയർത്തപ്പെട്ട് ഏതെങ്കിലും ഒരു പുതിയ വെളിപ്പാടൊന്നും എനിക്ക് കിട്ടുന്നില്ല. No new revelation other than what Jesus said. യേശു പറഞ്ഞതല്ലാതെ, സുവിശേഷങ്ങളിൽ യേശു പറഞ്ഞതല്ലാതെ മറ്റു പ്രത്യേക വെളിപ്പാടൊന്നുമില്ല. And what Jesus said through the Holy Spirit in the epistles. ലേഖനങ്ങളിൽ പരിശുദ്ധാത്മാവിലൂടെ യേശു പറഞ്ഞ കാര്യങ്ങൾ അല്ലാതെ മറ്റൊന്നുമില്ല. The whole Bible, New Testament is what Jesus said. ഈ പുതിയ നിയമം മുഴുവൻ, സുവിശേഷങ്ങൾ, ലേഖനങ്ങൾ എല്ലാം ഉൾപ്പെടുന്ന പുതിയ നിയമം, അതാണ് യേശു പറഞ്ഞ കാര്യങ്ങൾ. The whole New Testament is called the Word of Christ. ഈ പുതിയ നിയമം മുഴുവനെയും കൂടെ ചേർത്താണ് ക്രിസ്തുവിന്റെ വചനം എന്ന് One പറയുന്നത്. what he spoke in his body, physical body, the other what he spoke through the Holy Spirit through his spiritual body. ക്രിസ്തുവിന്റെ വചനം എന്ന് പറയുന്നത് യേശു ക്രിസ്തു ഭൂമിയിൽ ജീവിച്ചപ്പോൾ തൻ്റെ വായിലൂടെ, തൻ്റെ ശരീരത്തിലൂടെ സംസാരിച്ചത്. രണ്ടാമത് യേശു ക്രിസ്തു ഭൂമിയിൽ നിന്ന് ഉയർത്തിയ ശേഷം ശരീരമാകുന്ന സഭയിലൂടെ പരിശുദ്ധാത്മാവിലൂടെ സംസാരിച്ച കാര്യങ്ങൾ. It's all the words of Jesus. It's not only the 4 Gospels. ഇത് മുഴുവനുമാണ് ക്രിസ്തുവിന്റെ വചനങ്ങൾ. Husbands, love your wives, or wives submit to your husbands. It's the word of Jesus. ഭർത്താക്കന്മാർ ഭാര്യയെ സ്നേഹിക്കുക, ഭാര്യമാർ ഭർത്താക്കന്മാർക്ക് കീഴ്പ്പെടുക, ഇത് ക്രിസ്തുവിന്റെ വചനമാണ്. So let's look at them now. Matthew 5. നമുക്ക് ഈ ഒരു ശരിയും തെറ്റുമായ മനോഭാവങ്ങളെ നോക്കാം. I'll go through them quickly, but you can meditate on them later. ഞാൻ വളരെ പെട്ടെന്ന് ഈ കാര്യങ്ങളിലൂടെ കടന്നു പോകാം, എന്നാൽ നിങ്ങൾക്ക് കൂടുതലായി പിന്നീട് ധ്യാനിക്കാവുന്നതാണ്. Number 1, Matthew 5:3. ഒന്നാമതായി മത്തായി 5:3. This is the opening statement that opens the door to the kingdom of heaven. ദൈവരാജ്യത്തിലേക്കുള്ള വാതിൽ തുറക്കുന്ന വചനമാണിത്. See, in some hotels with hundreds of rooms, 100 കണക്കിന് റൂമുകളുള്ള ചില ഹോട്ടലുകളുണ്ട്. all have got different keys. ആ ഹോട്ടലുകൾക്കൊക്കെ വ്യത്യസ്തമായ താക്കോലുകളുണ്ട്. But there's one master key that can open any door. എന്നാൽ ഏത് മുറിയും തുറക്കുവാൻ കഴിയുന്ന ഒരു മാസ്റ്റർ കീ ഉണ്ട്. That is how these cleaners go up and clean any room in the hotel. അങ്ങനെയാണ് ഈ ഹോട്ടൽ വൃത്തിയാക്കുന്ന ആളുകൾ ഏത് റൂമിലും പോയി ആ റൂം വൃത്തിയാക്കുന്നത്. Enter the kingdom of heaven has got many rooms. ദൈവരാജ്യത്തിന് പല പല മുറികളുണ്ട്. Treasures in every room. ആ മുറികളിലൊക്കെയും നിക്ഷേപങ്ങളുണ്ട്. And there's one master key that will open every door into all these treasures. ഈ നിക്ഷേപങ്ങളിലേക്ക് നമുക്ക് വഴി തുറക്കുന്ന എല്ലാ മുറികളെയും തുറക്കുവാൻ കഴിയുന്ന ഒരു പ്രധാന താക്കോലുണ്ട്. Be poor in spirit. ആത്മാവിൽ ദരിദ്രരായിരിക്കുക.
then the whole kingdom of heaven, the entire kingdom with all the rooms and its treasures are yours. അങ്ങനെയെങ്കിൽ നിങ്ങൾ ആത്മാവിൽ ദരിദ്രരാണെങ്കിൽ ആ സ്വർഗരാജ്യം മുഴുവൻ അതിൻ്റെ എല്ലാ മുറികളും അതിലെ നിക്ഷേപങ്ങളും നിങ്ങൾക്ക് സ്വന്തമാക്കാം. This is what we have emphasized in CFC from the beginning. ആരംഭം മുതൽ CFCയിൽ നാം ഊന്നൽ കൊടുത്തത് ഈ കാര്യങ്ങളിലാണ്. What does it mean to be poor in spirit? ആത്മാവിൽ ദരിദ്രരാകുക എന്നാൽ എന്താണ് അർത്ഥം? You know, Jesus often illustrated spiritual truth with earthly examples. യേശു പലപ്പോഴും ആത്മീക സത്യങ്ങളെ ഭൗതികമായ ഉദാഹരണങ്ങളിലൂടെ മനസ്സിലാക്കിയിട്ടുണ്ട്. In fact, there's a verse which says he did not even speak ever to them without a parable. യേശു അവരോട് ഒരു ഉപമയില്ലാതെ സംസാരിച്ചിട്ടില്ല എന്നൊരു വാക്യമുണ്ട്. No prophet in the Old Testament spoke like that, with earthly examples all the time. എപ്പോഴും ഇങ്ങനെ ഭൗമികമായ ഉദാഹരണങ്ങളുമായി ഒരു പ്രവാചകനും പഴയ നിയമത്തിൽ സംസാരിച്ചിട്ടില്ല. The Old Testament prophets just proclaimed profound truths, very difficult for people to hear and understand. ആളുകൾക്ക് കേട്ട് മനസ്സിലാക്കുവാൻ കഴിയാത്ത പലതരത്തിലുള്ള ഗൗരവമായ സത്യങ്ങളാണ് പഴയ നിയമ പ്രവാചകന്മാർ പറഞ്ഞത്. Jesus spoke in a way that even children could understand because he used very simple earthly illustrations. എന്നാൽ യേശു സംസാരിച്ച കാര്യങ്ങൾ അത് കുഞ്ഞുങ്ങൾക്ക് പോലും മനസ്സിലാക്കാവുന്ന തരത്തിൽ ഈ ഭൂമിയിലെ ചെറിയ ചെറിയ ഉദാഹരണങ്ങൾ പറഞ്ഞാണ്. He spoke about the light and salt. യേശു വെളിച്ചത്തെക്കുറിച്ച് ഉപ്പിനെക്കുറിച്ച് സംസാരിച്ചു. Farmers and seeds and birds. കൃഷിക്കാരെക്കുറിച്ച്, വിത്തിനെക്കുറിച്ച്, പറവയെക്കുറിച്ച്, about snakes, പാമ്പുകളെക്കുറിച്ച്, and pearls, രത്നത്തെക്കുറിച്ച്. So these are the things everybody could understand. എല്ലാവർക്കും മനസ്സിലാകുന്ന കാര്യങ്ങൾ. So what does it mean to be poor in spirit? എന്താണ് ആത്മാവിൽ ദരിദ്രരാകുക എന്നതിന്റെ അർത്ഥം? So I try to understand it by using an earthly example. ഞാനും ഈ കാര്യം മനസ്സിലാക്കുന്നത് ഈ ഭൗമികമായ ഉദാഹരണങ്ങൾ കണ്ടിട്ടാണ്. So man has not only got a spirit, he's got a body. മനുഷ്യന് ആത്മാവ് മാത്രമല്ല, അവനൊരു ശരീരവുമുണ്ട്. So I thought, what does it mean to be poor in body? Then I can understand what poor in spirit is. ആത്മാവിൽ ദരിദ്രരായിരിക്കുക എന്നാൽ നമ്മുടെ ശരീരത്തിൽ നാം ദരിദ്രരായിരിക്കുക എന്നത് മനസ്സിലാക്കിയാൽ കുറച്ചുകൂടി നന്നായി മനസ്സിലാക്കാം. Who is the poorest man we can think of? നമുക്ക് ചിന്തിക്കാവുന്നതിൽ ഏറ്റവും ദരിദ്രനായ വ്യക്തി ആരാണ്? Some beggar sitting on the road who has no room even to live in. താമസിക്കുവാൻ ഒരു മുറി പോലും ഇല്ലാത്ത റോഡരികിൽ ഇരിക്കുന്ന ഒരു യാചകൻ. We've experienced beggars coming to the gate and asking for money. ഒരുപക്ഷെ ഇതാ വീട്ടിന്റെ മുമ്പിൽ വന്ന് പണം ചോദിക്കുന്ന ഒരു യാചകൻ. Sir, please give me something. സാറേ, എനിക്ക് എന്തെങ്കിലും തരണം. You say, where is the 10 rupees I gave you yesterday? ഞാൻ ഇന്നലെ തന്ന 10 രൂപ എവിടെ പോയി? Oh sir, that's finished. സാറേ, അത് തീർന്നു പോയി. Where is the food I gave you yesterday? ഇന്നലെ ഞാൻ തന്നില്ലേ നിങ്ങൾക്ക് ഭക്ഷണം, എവിടെ പോയി? That I ate it. അത് ഞാൻ ഭക്ഷിച്ചു. Give me again. എനിക്ക് വീണ്ടും വേണം. Day after day he'll come like that. ഓരോ ദിവസവും വീണ്ടും വീണ്ടും അവൻ വരുന്നു. I say, last 7 days I gave you every day something. ഞാൻ കഴിഞ്ഞ 7 ദിവസമായി ഓരോ ദിവസവും നിനക്ക് എന്തെങ്കിലും ഞാൻ തന്നില്ലേ? Yes sir, but I'm still in need. എന്നാൽ സാറേ, എനിക്ക് ഇപ്പോഴും ആവശ്യമാണ്. 365 days of a year that beggar is in need. That's why he sits there with his tin can on the road. 300 വർഷത്തിന്റെ 365 ദിവസവും ഈ യാചകന് അവന് ആവശ്യത്തിലാണ്. അതുകൊണ്ടാണ് അവൻ തന്റെ ഈ തകരപ്പാട്ടയുമായി റോഡരികിൽ ഇരിക്കുന്നത്. അതാണ് ശരീരത്തിൽ ദരിദ്രനായിരിക്കുക എന്ന്. അതേ ഉദാഹരണം ആത്മാവിൽ ദരിദ്രരായിരിക്കുക എന്നതിൽ നിങ്ങൾ അത് കൊണ്ട് മനസ്സിലാക്കുക. നിങ്ങൾ ദൈവത്തിന്റെ ആ ഒരു ഗേറ്റിന്റെ അടുക്കലേക്ക് ചെന്ന് നിങ്ങൾ പറയുക, കർത്താവേ, എനിക്ക് ആവശ്യമുണ്ട്. The Lord says, where is the grace I gave you yesterday? ഞാൻ ഇന്നലെ നിനക്ക് കൃപ തന്നല്ലോ, അത് എവിടെ പോയി? Oh Lord, that was only enough for yesterday's need. കർത്താവേ, അത് ഇന്നലത്തെ ആവശ്യത്തിന് മാത്രം മതിയായിരുന്നു. I need something for today. കർത്താവേ, ഇന്ന് എനിക്ക് ആവശ്യമുണ്ട്. See, turn to this verse in Proverbs. സദൃശവാക്യങ്ങളിലെ ഈ വാക്യം നിങ്ങൾ നോക്കുക. Proverbs 8:34, a beautiful example of poor in spirit. സദൃശവാക്യങ്ങൾ 8:34, അത് ആത്മാവിൽ ദരിദ്രരാകുന്നതിനെ കുറിച്ചുള്ള നല്ല ഒരു The Lord says, അവിടെ ദൈവം പറയുന്നു, blessed is the man who listens. So that is the Old Testament equivalent of grace. പഴയ നിയമത്തിൽ കൃപയുടെ കൃപ എന്നതിന്റെ പഴയ നിയമ വാക്കാണ് ഈ കടാക്ഷം. So that is what, it's a picture of a beggar coming daily to the gates. തന്റെ ഈ ഗേറ്റിന്റെ അടുക്കലേക്ക് ദിനംതോറും വരുന്ന ഒരു യാചകന്റെ ചിത്രമാണിത്. That's why Jesus said, taught us to pray, give us this day our daily bread. അതുകൊണ്ടാണ് യേശു ഞങ്ങൾക്ക് ദിനംപ്രതി ആഹാരം തരണമേ എന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് യേശു പഠിപ്പിച്ചത്. നാൾതോറും പരീക്ഷയിൽ അകപ്പെടാതെ ഞങ്ങളെ കാക്കണമേ എന്ന് യേശു പറഞ്ഞു.
ഞങ്ങളെ കർത്താവേ ദുഷ്ടനിൽ നിന്ന് ഓരോ ദിവസവും ഞങ്ങളെ രക്ഷിക്കണമേ. Thy will be done, but now I have to wait on you. കർത്താവേ ഞാനിതാ ഇപ്പോൾ അങ്ങയുടെ മുമ്പാകെ കാത്തിരിക്കുന്നു. Blessed is the man who waits before my gates every day, the Lord says. ഇവിടെ ഇതാ ദൈവം പറയുന്നു, ദിവസം പ്രതി എൻ്റെ പടിവാതിൽക്കൽ നിൽക്കുന്നവൻ, കാത്തു നിൽക്കുന്നവൻ അവൻ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. What did the Lord teach the Israelites by giving them manna every day for 40 years? 40 വർഷമായി ഓരോ ദിവസവും ഇസ്രായേൽ മക്കൾക്ക് മന്ന കൊടുത്തതിലൂടെ അവരെ എന്താണ് ദൈവം പഠിപ്പിച്ചത്? He was teaching them the same thing. You read in Deuteronomy chapter 8. ആവർത്തന പുസ്തകം 8-ാം അധ്യായത്തിൽ നാം വായിക്കുന്നു, ദൈവം അത് തന്നെയാണ് അവരെ പഠിപ്പിച്ചത്. He gave you manna, verse 2, for 40 years. 2-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, 40 വർഷങ്ങളായി അവൻ മരുഭൂമിയിൽ നടത്തിയ, verse 3, Deuteronomy 8:3. 3-ാം വാക്യത്തിൽ അവിടെ നാം He fed വായിക്കുന്നു, you with manna. ഈ 4-ാം വാക്യമാണ് മലയാളത്തിൽ, ഈ 40 സംവത്സരം നിന്നെ മന്ന കൊണ്ട് പോഷിപ്പിച്ചു. And to teach you, verse 3, that man does not live by bread alone, but by every word that proceeds out of the mouth of the Lord. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല യഹോവയുടെ വായിൽ നിന്ന് പുറപ്പെടുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു എന്നും നിന്നെ ഗ്രഹിപ്പിക്കേണ്ടതിന്. Why didn't he give them for a whole week so they don't have to wake up every morning? ഓരോ ദിവസവും രാവിലെ എഴുന്നേറ്റ് ഇത് ഭക്ഷിക്കുന്നതിന് പകരം അവർക്ക് ഒരാഴ്ചത്തേക്കുള്ളത് ഒന്നിച്ചങ്ങ് കൊടുത്താൽ പോരായിരുന്നു. They had to go every day. ഓരോ ദിവസവും അവർ ദൈവത്തിന്റെ അടുക്കൽ ചെല്ലണമായി. Went out too late and the sun had risen, all the manna would have melted. They wouldn't get anything. അവർ വൈകി അവിടെ ചെല്ലുന്നുവെങ്കിൽ സൂര്യൻ ഉദിച്ച ശേഷമാണെങ്കിൽ ആ മന്നയൊക്കെ ഉരുകിപ്പോയും അവർക്കൊന്നും കിട്ടുകയില്ല. Family will starve. ആ കുടുംബം മുഴുവൻ അവർക്ക് പട്ടിണി കിടക്കേണ്ടി വരും. What was the Lord teaching them? ദൈവം എന്തായിരുന്നു അവരെ പഠിപ്പിച്ചത്? Every day you must begin by receiving the word from my mouth. ഓരോ ദിവസവും എൻ്റെ വായിൽ നിന്നുള്ള വചനം നിങ്ങൾ കേട്ടുകൊണ്ടായിരിക്കണം നിങ്ങളുടെ ജീവിതം തുടങ്ങേണ്ടത്. That means the beggar must go to the gate first thing in the morning. അതിൻ്റെ അർത്ഥം ഒരു യാചകൻ ആദ്യം ചെയ്യേണ്ടത് ആ യജമാനന്റെ വാതിൽക്കലേക്ക് ചെല്ലണം. How many of you do that? നിങ്ങളിൽ എത്ര പേര് അങ്ങനെ ചെയ്യാറുണ്ട്? I don't mean open your Bible and read it for 5 minutes. I finished my task, now I have to do other things. നിങ്ങളുടെ ബൈബിൾ തുറന്ന് ഒരു 5 മിനിറ്റ് വായിച്ച ശേഷം ഞാൻ ഉടനെ അടച്ചു വെച്ച് നമ്മുടെ ജോലിക്ക് പോകുന്നതിനെ കുറിച്ചല്ല ഞാൻ പറയും. The Pharisees would go through. അതൊരു ചടങ്ങാണ്, പരീശന്മാർ ചെയ്തുകൊണ്ടിരുന്ന ഒരു ചടങ്ങ്. നമുക്ക് വേണ്ടത് ഒരു മനോഭാവമാണ്. These are not right actions but right attitudes. ഇത് ശരിയായ പ്രവൃത്തികളല്ല, അതിനപ്പുറത്ത് ശരിയായ മനോഭാവങ്ങളാണ്. 9 right actions, it's 9 right attitudes. ഞാൻ പറയുന്നത് 9 ശരിയായ പ്രവൃത്തികളെ കുറിച്ചല്ല, 9 ശരിയായ മനോഭാവങ്ങളെ കുറിച്ചാണ്. So it's an attitude. Lord, I need you every day. I need you every moment of the day actually. കർത്താവേ, എനിക്ക് ദിവസത്തിന്റെ ഓരോ നിമിഷത്തിലും കർത്താവേ എനിക്ക് അങ്ങേ വേണം. It's like the branch in the tree says, I can do nothing. I cannot produce one fruit if I don't abide in you the whole time. ഞാൻ നിന്നിൽ വസിക്കുന്നില്ല എങ്കിൽ, എപ്പോഴും നിന്നിൽ വസിക്കുന്നില്ല എങ്കിൽ എനിക്ക് ഒരു ഫലവും ഉണ്ടാക്കുവാൻ കഴിയില്ല എന്ന് ഒരു ശാഖ വൃക്ഷത്തോട് പറയുന്നത് പോലെയാണ്. അതാണ് ആത്മാവിലെ ദാരിദ്ര്യം. Okay, next. Verse Matthew 5:4, those who mourn. മത്തായി 5:4 വാക്യത്തിൽ അവിടെ നാം വായിക്കുന്നു, ദുഃഖിക്കുന്നവർ. Once you understood the first and most important condition, the others are easier. ആദ്യത്തെ കാര്യം, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ മറ്റതെല്ലാം എളുപ്പമാണ്. That's why I'm not going to spend so much time on the others. അതുകൊണ്ടാണ് ഞാൻ മറ്റു കാര്യങ്ങളിൽ കൂടുതൽ സമയം ചെലവഴിക്കാത്തത്. Blessed are those who mourn, they'll be comforted. ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് ആശ്വാസം ലഭിക്കും. And in English the word comfort has got the word fort in it, fort, which speaks of being strengthened. ഇംഗ്ലീഷിൽ കംഫർട്ട് എന്ന വാക്കിൽ FORT എന്ന് പറയുന്ന കോട്ട, ഫോർട്ട് എന്ന് പറഞ്ഞാൽ കോട്ട, കോട്ട എന്നൊരു പദമുണ്ട്. Those who weep will be strengthened. Let's read it like that. നമുക്ക് വേണമെങ്കിൽ അങ്ങനെ വായിക്കാം, ദുഃഖിക്കുന്നവരെ ദൈവം ശക്തീകരിക്കും. See Hebrews 5. എബ്രായ ലേഖനം 5-ാം അധ്യായം നിങ്ങൾ നോക്കുക. How did Jesus overcome sin? എങ്ങനെയാണ് യേശു പാപത്തെ ജയിച്ചത്? Hebrews 5:7. എബ്രായ ലേഖനം 5-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം. He offered up prayers and supplications with loud crying and tears to the one who was able to save him from spiritual death. ക്രിസ്തു തന്റെ ഐഹിക കാലത്ത് ആത്മീയ മരണത്തിൽ നിന്ന് തന്നെ രക്ഷിക്കുവാൻ കഴിയുന്നവനോട് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ അപേക്ഷയും അഭയാചനയും. How do we know it was spiritual death and not physical death? അത് ആത്മീയ മരണമാണ് എന്ന്, അത് ഭൗതിക മരണമല്ല എന്ന് എങ്ങനെയാണ് നമുക്ക് മനസ്സിലാവുക? Because there in that verse he was heard. കാരണം ആ വാക്യത്തിന്റെ അവസാനം പറയുന്നു, അവന്റെ ഭയഭക്തി നിമിത്തം അവന് ഉത്തരം ലഭിച്ചു എന്ന് പറയുന്നു. Physical death he was not heard, he died.
തന്റെ ഭൗതിക മരണത്തിൽ യേശു മരിച്ചല്ലോ, അതുകൊണ്ട് ആ പ്രാർത്ഥന കേട്ടു എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. താൻ തന്റെ ഭൗതികമായ മരണത്തിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടണമെന്ന് യേശു ക്രിസ്തു പ്രാർത്ഥിച്ചില്ല. നാം യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായത്തിൽ നാം വായിക്കുന്നു, പാപത്തിന്റെ ശമ്പളം മരണമാണ്. പാപത്തിന്റെ അന്തം മരണമാണ്. Lust when it is conceived produces sin. Sin when it is finished brings death. മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു, പാപം അത് മരണത്തിലേക്ക് നയിക്കുന്നു. So that is the death Jesus wanted to avoid. ആ മരണമാണ് യേശുവിനെ ഒഴിവാക്കേണ്ടിയത്. Father, I don't even want the smell of sin in me. ദൈവമേ, പിതാവേ, പാപത്തിന്റെ ഒരു ലാഞ്ചന, ഒരു മണം പോലും എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകരുത്. And he wept and prayed with loud crying and tears. അവൻ ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ. That's why he used to go to the wilderness so as he doesn't disturb other people in the house. വീട്ടിലുള്ള മറ്റുള്ളവർക്ക് ഒരു ശല്യമാകാതിരിക്കുവാനായിട്ട് വനാന്തരത്തിലേക്ക് പോയി ഇപ്രകാരം പ്രാർത്ഥിച്ചു. When I understood this, I said, Lord, how can I do this? There's no wilderness near Bangalore anywhere that I can go. ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നി, കർത്താവേ, ഞാൻ എങ്ങനെയാണ് ഇങ്ങനെ ചെയ്യുക? ഇവിടെ ബാംഗ്ലൂരിൽ ഒരു വനാന്തരമൊന്നും ഇല്ലല്ലോ. Where Jesus lived in Nazareth, probably 5 minutes walk you get into the wilderness. യേശു ജീവിച്ച നസ്രത്തിൽ 5 മിനിറ്റ് നടന്നാൽ ഒരുപക്ഷെ അവിടെ ഒരു വനാന്തരം, കാട് പോലെയുള്ള സ്ഥലം കിട്ടിയേക്കാം. And the Lord showed me you can have loud crying and tears in your heart without even opening your mouth. അപ്പോൾ ദൈവം എന്നോട് പറഞ്ഞു, നിനക്ക് വലിയ ഉറച്ച ശബ്ദത്തിൽ കരയുവാനായിട്ട് നിന്റെ വാ തുറക്കാതെ തന്നെ നിന്റെ ഹൃദയത്തിൽ നിനക്ക് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും പ്രാർത്ഥിക്കാം. ഹൃദയത്തിലുള്ള ഉറച്ച ഒരു നിലവിളിയാണ്, ദൈവമേ, എനിക്ക് ജയം വേണം. ഒരു മേഖലയിലും എനിക്ക് പാപം ചെയ്യേണ്ട. കർത്താവേ, ഒരു തെറ്റായ മനോഭാവം, ഒരു തെറ്റായ വാക്കുണ്ടാകരുത്, ഒരു തെറ്റായ മനോഭാവം ഉണ്ടാകരുത്. കർത്താവേ, അങ്ങനെ ചോദ്യം മാത്രമല്ല, ദൈവമേ എനിക്ക് തരണേ. ഓ, നീ തന്നില്ലെങ്കിൽ എനിക്ക് മറ്റു ചില കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അത് ഉള്ളത്തിൽ നിന്നുള്ളൊരു കരച്ചിലാണ്. ക്യാൻസറിൽ മരണത്തിന്റെ വക്കിലെത്തിയിരിക്കുന്ന ഒരു കുഞ്ഞിനെ ഓർത്ത് കരയുന്ന ഒരു മാതാവിനെ കുറിച്ചാണ് എന്റെ മനസ്സിലേക്ക്. അങ്ങനെ കരയുവാൻ എന്നെ സഹായിക്കണമേ. മൂന്നാമത്തെ കാര്യം, Matthew 5:5. മത്തായി 5:5 വാക്യം. Blessed are the gentle, for they shall inherit the earth. സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ഭൂമിയെ അവകാശിക്കും. I picture that as those who don't quarrel. ഞാൻ അതിനെ വഴക്കുണ്ടാക്കാത്തവർ എന്ന് ഞാൻ കാണുവാൻ ആഗ്രഹിക്കുന്നു. Somebody comes to fight and you say, no, sorry, I don't want to. ആരെങ്കിലും നിങ്ങളോട് വഴക്കുണ്ടാക്കാൻ, പോരാടാൻ വന്നാൽ എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുക. Even doctrinally. അവര് ഉപദേശപരമായി ഒരു വഴക്കിന് വന്നാലും ഒഴിഞ്ഞു മാറുക. There was a man from some CPM church who had heard about me and came to visit my house one day. ഒരിക്കൽ CPM സഭയിൽ നിന്ന് എന്നെ കുറിച്ച് കേട്ട് എൻ്റെ വീട്ടിൽ എന്നെ സന്ദർശിക്കുവാനായിട്ട് വന്നു. I didn't know him. He said, okay, please come in. അപ്പോൾ അദ്ദേഹത്തെ എനിക്ക് അറിയില്ലായിരുന്നു. അദ്ദേഹം വന്നപ്പോൾ ഞാൻ വീട്ടിലേക്ക് വരാൻ പറഞ്ഞു. He said, I want to ask you something. അദ്ദേഹം എന്നോട് പറഞ്ഞു, why don't you preach that you don't need to take medicines? Jesus can heal you without medicine. അദ്ദേഹം എന്നോട് ചോദിച്ചു, താങ്കൾ എന്താണ് ഇങ്ങനെ പ്രസംഗിക്കാത്തത്? യേശു മരുന്നെടുക്കാതെ യേശു സൗഖ്യം തരുമെന്ന് നിങ്ങൾ എന്തുകൊണ്ട് പ്രസംഗിക്കുന്നില്ല? I said the Holy Spirit told Timothy to take some wine for his stomach's infirmities. Paul's prayer did not heal him. ഞാൻ പറഞ്ഞു, പൗലോസിന്റെ പ്രാർത്ഥന തിമത്യോസിനെ സൗഖ്യമാക്കിയില്ല, അതുകൊണ്ട് പൗലോസ് തിമത്യോസിനോട് നീ നിന്റെ വയറ്റിലെ അസ്വസ്ഥതയ്ക്ക് നീ അല്പം വീഞ്ഞ് സേവിക്കാനായിട്ട് പറഞ്ഞു. As a medicine. ഒരു മരുന്ന് കഴിക്കാൻ പറഞ്ഞു. No, he said we must trust in Jesus. അപ്പോൾ ഉടനെ അദ്ദേഹം പറഞ്ഞു, അങ്ങനെയല്ല, നമുക്ക് യേശുവിൽ വിശ്വസിക്കണം. I said there is no verse in the Bible which says you cannot take medicine. നിങ്ങൾക്ക് മരുന്ന് എടുക്കാൻ പാടില്ല എന്ന് ദൈവവചനത്തിൽ ഒറ്റ വാക്യം പോലും ഇല്ല എന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. I will not preach it even if you preach it. നിങ്ങൾ അത് പ്രസംഗിച്ചാലും ഞാൻ അങ്ങനെ പ്രസംഗിക്കില്ല എന്ന് പറഞ്ഞു. I don't want to discuss this because you are not going to change my mind. I follow the scriptures. ഞാൻ ദൈവവചനം പിൻപറ്റുന്നു, അതുകൊണ്ട് ഈ നിങ്ങളോട് സംസാരിച്ചത് കൊണ്ട് ഞാൻ എൻ്റെ മനസ്സ് മാറ്റുന്നില്ല എന്ന് ഞാൻ അദ്ദേഹത്തോട്. I said, see, listen, I don't want to argue. It says the servant of the Lord must not argue. ഒരു ദൈവദാസൻ ഇപ്രകാരം വാഗ്വാദത്തിൽ ഏർപ്പെടരുത് എന്ന് ദൈവവചനം പറയുന്നു. അതുകൊണ്ട് നിങ്ങളോട് വാഗ്വാദത്തിന് എനിക്ക് താല്പര്യമില്ല. If you want, you can think that you have won the argument, but I will not discuss this. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ഈ വാദം നിങ്ങൾ ജയിച്ചു എന്ന് നിങ്ങൾക്ക് ചിന്തിക്കാം, പക്ഷെ ഞാൻ തുടർന്ന് വാഗ്വാദത്തിന് താല്പര്യമില്ല. I don't quarrel about property. I don't even quarrel about doctrine. അപ്പം ഞാൻ ഈ വസ്തുവിന് വേണ്ടി പോരാടുന്നില്ല എന്ന് മാത്രമല്ല, ഈ ഉപദേശത്തിന് വേണ്ടി പോലും പോരാടാൻ
പാടില്ല. Somebody wants explanation, I can take 2 hours explaining to him. ഒരു വ്യക്തിക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ താല്പര്യമുണ്ടെങ്കിൽ 2 മണിക്കൂർ വേണമെങ്കിലും എടുത്ത് മനസ്സിലാക്കി കൊടുക്കാം. Argue, not even 1 second, I am not interested. എന്നാൽ അദ്ദേഹത്തിന് വാഗ്വാദത്തിനാണ് താല്പര്യമെങ്കിൽ എനിക്ക് ഒരു സെക്കൻഡ് പോലും അതിന് താല്പര്യമില്ല. So I say, let's talk about some other subject. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് മറ്റെന്തെങ്കിലും വിഷയത്തെക്കുറിച്ച് സംസാരിക്കാം. If it was some other person, I'd say let's talk about cricket because then we are both on the same side. മറ്റേതെങ്കിലും ഒരു വ്യക്തിയായിരുന്നെങ്കിൽ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞേനെ നമുക്ക് എന്നാ ഇപ്പൊ ക്രിക്കറ്റിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. നമുക്ക് രണ്ടുപേരും എന്നാ പിന്നെ നമ്മൾ രണ്ടുപേരും നമുക്ക് ഇന്ത്യ ജയിക്കണം. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഒരു ടീമിലാകാം. അപ്പൊ അദ്ദേഹം CPM കാരനായതുകൊണ്ട് അദ്ദേഹത്തിന് ക്രിക്കറ്റിലും ഒരു താല്പര്യമുണ്ട് എന്ന് എനിക്ക് തോന്നിയില്ല. നമുക്ക് യേശുവിന്റെ വചനത്തെക്കുറിച്ച് വിശുദ്ധിയെക്കുറിച്ച് ഈ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാം. നിങ്ങൾക്ക് അതിനുവേണ്ടി എത്ര നേരം വേണമെങ്കിലും ഇവിടെ ഇരിക്കാം. എന്നാൽ നിങ്ങൾ വീണ്ടും ഈ രോഗസൗഖ്യത്തെക്കുറിച്ചുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് സംസാരിക്കുന്നതെങ്കിൽ നിങ്ങളോട് ഇവിടുന്ന് പോകേണ്ടി വരും. ഒരു മിനിറ്റ് ഞങ്ങൾ ഈ തരത്തിൽ മറ്റു കാര്യങ്ങളെക്കുറിച്ച് ദൈവവചനത്തിൽ സംസാരിച്ചു. പക്ഷെ ഒരു മിനിറ്റ് കഴിഞ്ഞപ്പോൾ അദ്ദേഹം വീണ്ടും ഈ രോഗസൗഖ്യത്തെക്കുറിച്ച് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു അങ്ങനെ ആ വിഷയമല്ല. വീണ്ടും ഞങ്ങൾ കർത്താവിനെ കുറിച്ച് സംസാരിച്ചു. വീണ്ടും ഒരു മിനിറ്റ് കഴിഞ്ഞപ്പോൾ അദ്ദേഹം വീണ്ടും സൗഖ്യത്തെക്കുറിച്ച് പറഞ്ഞു. അപ്പൊ ഞാൻ മെല്ലെ എഴുന്നേറ്റു. ഞാൻ വാതിൽ തുറന്നു. ഞാൻ സാധാരണ ആരോടും അങ്ങനെ വീട്ടിൽ നിന്ന് പോകാനായിട്ട് പറയാറില്ല. പക്ഷേ ഞാൻ നിങ്ങൾക്ക് മുന്നറിയിപ്പ് തന്നു, ഇപ്പോൾ നിങ്ങൾക്ക് പുറത്തു പോകാം. നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ, നിങ്ങൾക്ക് പോകാം. അദ്ദേഹം വീട്ടിൽ നിന്ന് പോയി. അതിനുശേഷം പിന്നീട് എനിക്ക് ഈ കാര്യത്തെക്കുറിച്ച് തന്നെ വീണ്ടും കത്തുകൾ എഴുതാൻ തുടങ്ങി. ആളുകൾ ഇങ്ങനെ വാഗ്വാദം ഉണ്ടാക്കുവാൻ, വഴക്കുണ്ടാക്കുവാൻ അവർ കാണിക്കുന്ന ഈ ഒരു താല്പര്യം കാണുമ്പോൾ അവർക്ക് ഭ്രാന്താണെന്ന് തോന്നും. Even when a rich man wanted eternal life and he said I can't sell all my goods, Jesus said go, I'm not going to waste night arguing with you. ഒരു ധനവാനായ ചെറുപ്പക്കാരൻ അവന് നിത്യജീവന് വേണ്ടി അവന്റെ വസ്തുവകളെല്ലാം വിൽക്കാനായിട്ട് പറഞ്ഞപ്പോൾ അവന് താല്പര്യമില്ലെന്ന് മനസ്സിലാക്കി യേശു അവനോട് വാഗ്വാദത്തിന് തയ്യാറായില്ല. നിനക്ക് വേണമെങ്കിൽ പോകാമെന്ന് പറഞ്ഞു. Blessed are those who don't quarrel. വഴക്കുണ്ടാക്കാത്തവർ ഭാഗ്യവാന്മാർ. You don't have to fight for property. One day the whole earth will be yours. Verse 5. 5-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, നിങ്ങൾ ഈ വസ്തുവിന് വേണ്ടി ഒന്നും നിങ്ങൾക്ക് പോരാടേണ്ട ആവശ്യമില്ല, ഭൂമി മുഴുവൻ നിങ്ങൾ അവകാശമാക്കുന്ന ഒരു നാളുണ്ട്. Number 4. 4-ാമത്തെ കാര്യം, those who hunger and thirst for righteousness. നീതിക്കായി വിശന്ന് ദാഹിക്കുന്നവർ. Not those who ask for it. അതിനുവേണ്ടി ചോദിക്കുന്നവരല്ല, hunger and thirst for it. നീതിക്കായി വിശന്ന് ദാഹിക്കുന്നു. In Luke 18 you read about a widow who went to a judge and kept on saying give me deliverance from my enemy. ലൂക്കോസ് 18-ാം അധ്യായത്തിൽ എൻ്റെ ഈ ന്യായാധിപനിൽ നിന്ന് എന്നെ വിടുവിക്കണമെന്ന് പറഞ്ഞ് വീണ്ടും വീണ്ടും മുട്ടിക്കൊണ്ടിരുന്ന ഒരു വിധവയെക്കുറിച്ച് നാം വായിക്കുന്നു. Give me deliverance from my enemy. എൻ്റെ ശത്രുവിൽ നിന്ന് എന്നെ വിടുവിക്കണമെന്ന് പറഞ്ഞ ഒരു വിധവയെക്കുറിച്ച് നാം വായിക്കുന്നു. She went on going to the judge again and again and again and again until she got what she wanted. തനിക്ക് തൻ്റെ ഈ ആഗ്രഹം, തൻ്റെ ശത്രുവിൽ നിന്നുള്ള മോചനം തനിക്ക് ലഭിക്കുന്നത് വരെ വീണ്ടും വീണ്ടും ന്യായാധിപന്റെ അടുക്കലേക്ക് അവൾ പോയിക്കൊണ്ടിരുന്നു. ലൂക്കോസ് 18-ാം അധ്യായത്തിന്റെ ആദ്യത്തെ 7 വാക്യങ്ങളിൽ നിങ്ങൾ അത് വായിക്കുക. അവൻ എന്തായിരുന്നു, അവൾക്ക് എന്തായിരുന്നു താല്പര്യം? My neighbor, my enemy is encroaching into my property and taking more and more of it and I am a helpless widow. എൻ്റെ ശത്രു ഇതാ എൻ്റെ ഭൂമി വസ്തുവക കൂടുതൽ കൂടുതൽ കൈക്കലാക്കിക്കൊണ്ടിരിക്കുന്നു, എനിക്കൊന്നും ചെയ്യുവാൻ കഴിയുന്നില്ല, നിസ്സഹായ അവസ്ഥ. Jesus pictured his children like helpless widows. തന്റെ മക്കളെ ഇപ്രകാരമുള്ള നിസ്സഹായരായ വിധവമാരെ പോലെയാണ് യേശു ചിത്രീകരിച്ചത്. Jesus pictures his children like sheep, helpless. യേശു ക്രിസ്തു തന്റെ മക്കളെ ഒരു സഹായമില്ലാത്ത ആടുകളെ പോലെയാണ്. Always the picture is of helpless people. എപ്പോഴും ഈ നിസ്സഹായരായ അവസ്ഥയിലാണ് യേശു ചിത്രീകരിക്കുന്നത്. Widows, വിധവമാർ, little children asking for their father for bread. കൊച്ചു കുഞ്ഞുങ്ങൾ പിതാവിനോട് അപ്പം ചോദിക്കുന്നവരാണ്. Always helpless. എപ്പോഴും നിസ്സഹായർ. That is how Jesus pictures his children. അങ്ങനെയാണ് യേശു തന്റെ മക്കളെ ചിത്രീകരിക്കുന്നത്. That's how why he made Israel surrounded by enemies so that they would always look to the Lord. ഇസ്രായേലിന്റെ ചുറ്റും ശത്രുക്കൾ ഉണ്ടായിരുന്നതിന്റെ കാരണവും അതാണ്. എപ്പോഴും അവർ ദൈവമുഖത്തേക്ക് നോക്കേണ്ടി വരും. The land was poor. അവരുടെ ആ സ്ഥലം, അവരുടെ വസ്തുവകയൊക്കെ അത് അവര് ദരിദ്രരായിരുന്നു. All the Arab countries around them have got plenty of oil to make money, but Israel is poor. അവരുടെ ചുറ്റിനുമുള്ള അറേബ്യ രാജ്യങ്ങൾക്കൊക്കെ
ധാരാളം ഓയിൽ ഉണ്ടായിരുന്നു, പണമുണ്ട്, എന്നാൽ അവർ ദരിദ്രരാണ്. Because the Lord wants Israel to depend on him. കാരണം തന്നിൽ ആശ്രയിക്കുവാൻ ഇസ്രായേലിനെ കുറിച്ച് ദൈവം The Lord ആഗ്രഹിച്ചു. wants his children to be like children, widows, sheep, helpless. നിസ്സഹായരായ കുഞ്ഞുങ്ങളെ പോലെ, വിധവമാരെ പോലെ, ഈ ആട്ടിൻകുട്ടികളെ പോലെയൊക്കെ ആയിരിക്കുവാൻ, കുഞ്ഞുങ്ങളെ പോലെ ആയിരിക്കുവാനാണ് ദൈവം അവരെ കുറിച്ച് Cry ആഗ്രഹിച്ചത്. out for righteousness. Lord, protect me from Satan. കർത്താവേ, എന്നെ പിശാചിൽ നിന്ന് രക്ഷിക്കണമേ എന്ന് നീതിക്കായി വിശപ്പും ദാഹവുമുള്ളവരായിരിക്കാൻ. Do you find the battle against sin tough? നിങ്ങൾക്ക് പാപത്തോടുള്ള പോരാട്ടം അത് കഠിനമായി തോന്നുന്നുവോ? That's because you are like a helpless widow. അത് നിങ്ങൾ ഒരു നിസ്സഹായരായ വിധവയായതുകൊണ്ടാണ്. Don't try to fight your enemy by yourself. You cannot overcome the devil on your own. You're a helpless widow. നിങ്ങൾക്ക് ശത്രുവിനെ നിങ്ങളുടെ സ്വന്തം ശക്തി കൊണ്ട് നിങ്ങൾക്ക് നേരിടുവാൻ കഴിയുകയില്ല. നിങ്ങളൊരു വിധവയാണ്, നിസ്സഹായരായ വിധവയാണ്. You have to go to God. നിങ്ങൾ ദൈവത്തിന്റെ Like the അടുക്കലേക്ക് widow ചെല്ലും. went to the judge. ആ വിധവ ന്യായാധിപന്റെ അടുക്കലേക്ക് പോയതുപോലെ She നിങ്ങൾ didn't ദൈവത്തിന്റെ just അടുക്കലേക്ക് ask once or twice and leave it. നിങ്ങൾ ഒന്നോ രണ്ടോ പ്രാവശ്യം ചോദിച്ച് വിട്ടുകളയുകയല്ല വേണ്ടത്. Why we don't get victory? എന്തുകൊണ്ടാണ് നമുക്ക് ജയം ലഭിക്കാത്തത്? Because you don't keep on going like the widow. നിങ്ങളൊരു വിധവയെ പോലെ വീണ്ടും വീണ്ടും അടുത്ത് ചെല്ലാത്തത് കൊണ്ടാണ്. Supposing the widow said, I've gone 100 times, he does nothing, so I'm going to give up. ഞാൻ 100 പ്രാവശ്യം പോയിട്ടുണ്ട് ന്യായാധിപന്റെ അടുക്കൽ, അവനൊന്നും ചെയ്യുന്നില്ല, ഇനി ഞാൻ പോകുന്നില്ല എന്നൊരു വിധവ Her പറയുകയാണെങ്കിൽ, attitude was, even if I had to go 100,000 times, I'm going to go till I അവളുടെ get my മനോഭാവം property. ഇങ്ങനെയായിരുന്നു, എൻ്റെ ഈ കാര്യം പരിഹരിക്കുന്നില്ല എങ്കിൽ ഞാൻ 10,000 പ്രാവശ്യം വേണമെങ്കിലും ഞാൻ പോകുവാൻ തയ്യാറാണ്. That is hungering and thirsting after righteousness. നീതിക്കായുള്ള വിശപ്പും ദാഹവും അതാണ്. Number 5, അഞ്ചാമത്, verse 7. Blessed are the merciful, for they will obtain mercy. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. The great problem when we get victory over sin is to be unmerciful to other people. നമുക്ക് പാപത്തിന്റെ മേൽ ജയം ലഭിക്കുമ്പോഴുണ്ടാകുന്ന ഏറ്റവും വലിയ പ്രശ്നം മറ്റുള്ളവരോട് കരുണയില്ലാതെ പെരുമാറുക എന്നുള്ളതാണ്. The more holiness you have, the more you must remember how merciful God has been to you. നിങ്ങൾക്ക് കൂടുതൽ വിശുദ്ധിയിൽ നിങ്ങൾ മുന്നേറുമ്പോൾ നിങ്ങളോട് എത്രമാത്രം ദൈവം കരുണയുള്ളവനായിരിക്കുന്നു എന്നുള്ളത് നിങ്ങൾ ഓർക്കുകയാണ് വേണ്ടത്. For many years in my early Christian life, I was thoroughly defeated. എൻ്റെ ക്രിസ്തീയ ജീവിതത്തിന്റെ ആരംഭത്തിലെ പല വർഷങ്ങളിൽ ഞാൻ തികച്ചും പരാജിതനായിരുന്നു. 16 years after I was born again, I was a defeated Christian. ഞാൻ വീണ്ടും ജനനം പ്രാപിച്ചതിനെ തുടർന്ന് അതിന് ശേഷമുള്ള 16 വർഷം ഞാൻ ഒരു പരാജയപ്പെട്ട ക്രിസ്ത്യാനിയായിരുന്നു. But I had no victory. എനിക്ക് പ്രസംഗിക്കുവാൻ കഴിയുമായിരുന്നു, എന്നാൽ എനിക്ക് ജയമില്ലായിരുന്നു. Then I sought and sought and sought and sought, and that's how God showed me Jesus became a man like you. You can follow him. ഞാൻ വീണ്ടും വീണ്ടും തുടർമാനമായി ദൈവത്തെ അന്വേഷിച്ചപ്പോഴാണ് ദൈവം എന്നെ, യേശു നിന്നെ പോലെ ഒരു മനുഷ്യനായി ഈ ഭൂമിയിൽ വരികയും പരീക്ഷിക്കപ്പെടുകയും ചെയ്തു എന്ന് കാണിച്ചു. He lived by the power of the Holy Spirit. You can also overcome by the power of the Holy Spirit. യേശു പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ഭൂമിയിൽ ജീവിച്ചു, നിനക്കും പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ജയിക്കുവാൻ കഴിയുമെന്ന് എന്നോട് പറഞ്ഞു. That's when I began to seek God for the power of the Holy Spirit, not to speak in tongues, but to overcome sin. എന്നാൽ പാപത്തെ ജയിക്കുവാൻ വേണ്ടി അപ്പോഴാണ് ഞാൻ പരിശുദ്ധാത്മാവിന്റെ ശക്തിക്കായിട്ട് ചോദിച്ചത്, അന്യഭാഷയിൽ സംസാരിക്കുവാൻ വേണ്ടിയല്ല. But then one of the things that I learned through those years of failure, എന്നാൽ ആ പരാജയത്തിന്റെ ആ വർഷങ്ങളിലൂടെ ഞാൻ പഠിച്ച ഒരു കാര്യം, how God did not give up on me. ദൈവം എന്നെ തള്ളിക്കളഞ്ഞില്ലല്ലോ. He kept on patiently waiting. ക്ഷമയോടെ എനിക്ക് വേണ്ടി അവൻ കാത്തിരുന്നല്ലോ. And that has taught me never to despise a sinner or a backslider. അതുകൊണ്ട് ഒരു പാപിയെ, ഒരു പിന്മാറ്റക്കാരനെ ഒരിക്കലും തുച്ഛീകരിക്കരുത് എന്ന് ദൈവം എന്നെ Never to പഠിപ്പിച്ചു. look down on somebody who doesn't understand things like I do. ഞാൻ മനസ്സിലാക്കുന്നത് പോലെ കാര്യങ്ങൾ മനസ്സിലാക്കാത്ത ഒരു വ്യക്തിയെ പുച്ഛത്തോടെ But to be നോക്കരുത് എന്ന് ദൈവം എന്നെ പഠിപ്പിച്ചു. merciful. കരുണയുള്ളവനായിരിക്കുക Very important. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. And then we go to number 6. ആറാമത്തെ കാര്യം, Blessed are the pure in heart. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ. See, this is different from verse 6. ഇത് 6 പറയുന്ന വാക്യവും തമ്മിൽ ഇത് വ്യത്യാസമുണ്ട്. Righteousness refers to actions and thoughts and all that. നീതി എന്ന് പറയുന്നത് പ്രവൃത്തി, ചിന്ത, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. But purity in heart എന്നാൽ is more than ഹൃദയശുദ്ധി that. അത് അതിനുമപ്പുറമാണ്. Purity in heart is to partake of God's nature. ഹൃദയശുദ്ധി എന്ന് പറയുന്നത് ദൈവ സ്വഭാവത്തിന് പങ്കാളിയാകുന്നതാണ്. You can do righteous things without partaking of God's nature. നിങ്ങൾക്ക് ദൈവ സ്വഭാവത്തിന് പങ്കാളിയാകാതെയും നീതിയുള്ള കാര്യങ്ങൾ ചെയ്യുവാൻ This കഴിയും. is more than righteousness. ഇത് നീതിയെക്കാട്ടിലും മുകളിലാണ്. 2 Peter 1:4 says we can partake of God's nature. 2 Peter 1 verse 3 and 4. ദിവ്യ സ്വഭാവത്തിന് നമുക്ക് പങ്കാളികളാകുവാനായിട്ട് കഴിയുമെന്ന്
2 പത്രോസ് 3-ാം അധ്യായത്തിൽ നാം വായിക്കുന്നു. Verse 3 and 4. 3-4 വാക്യങ്ങൾ. We can partake of his nature. ദിവ്യ സ്വഭാവത്തിന് പങ്കാളികളാകുക. A nature that hates sin. പാപത്തെ വെറുക്കുന്ന ആ ഒരു സ്വഭാവത്തിന് പങ്കാളികളാകുക. We already partook of Adam's nature from childhood. നമ്മുടെ ചെറിയ പ്രായത്തിൽ നിന്ന് മുതൽ ആദാമിന്റെ സ്വഭാവത്തിന് നാം പങ്കാളികളായി. And what a first class job that nature did to make us sin. ആ ആദാമി സ്വഭാവം പാപം ചെയ്യുവാനായിട്ട് നമ്മെ എത്ര നല്ല രീതിയിലാണ് പ്രേരിപ്പിച്ചത്. In the same way, God's nature will do a first class job of making us live in holiness. അതുപോലെ തന്നെ ദൈവത്തിന്റെ സ്വഭാവം, ദിവ്യ സ്വഭാവം വിശുദ്ധിയിൽ ജീവിക്കുവാൻ, വിശുദ്ധിയിൽ വളരുവാൻ നമ്മെ വളരെ ഉന്നതമായി നല്ല രീതിയിൽ സഹായിക്കും. If Adam's nature could do such a wonderful job of making you sin, you think God's nature can't do a wonderful job of making you live in holiness? നിങ്ങൾ പാപം ചെയ്യുമാറ് അത്രയൊരു ഒന്നാം തരം പ്രവൃത്തി ഈ ആദാമ്യ സ്വഭാവത്തിന് ചെയ്യുവാൻ കഴിയുമായിരുന്നെങ്കിൽ ദിവ്യ സ്വഭാവത്തിന് നിങ്ങൾ ദൈവത്തിന്റെ സ്വഭാവത്തിന്റെ യേശുവിന്റെ സ്വഭാവത്തിന് പങ്കാളികളാകുന്ന തരത്തിൽ എത്ര നല്ലൊരു പ്രവൃത്തി ചെയ്യുവാൻ കഴിയും. I fear that many believers are just interested in righteousness but not partaking of God's own nature which hates sin. പല വിശ്വാസികൾക്കും അവർക്ക് നീതി പ്രവൃത്തികളിൽ താല്പര്യമുള്ളവരാണ്, എന്നാൽ പാപത്തെ വെറുക്കുന്ന ആ ദിവ്യ സ്വഭാവത്തിന് പങ്കാളികളാകുവാൻ അവർക്ക് താല്പര്യമില്ല എന്ന് ഞാൻ ഭയപ്പെടുന്നു. Maybe you're satisfied with avoiding sin. ഒരുപക്ഷെ നിങ്ങൾ പാപത്തെ ഒഴിവാക്കുന്നതിൽ നിങ്ങൾ തൃപ്തരാണ്. Good. നല്ലത് തന്നെ. Now go to the next step. ഇപ്പോൾ നിങ്ങൾ അടുത്ത ഒരു നിലയിലേക്ക് പോകുക. School to college. സ്കൂളിൽ നിന്ന് കോളേജിലേക്ക് പോകുക. Lord, now help me to hate sin. ഇപ്പോൾ ദൈവമേ പാപത്തെ വെറുക്കുവാൻ എന്നെ സഹായിക്കണമേ. I have learned to avoid sin. ഞാനിപ്പോൾ പാപത്തെ ഒഴിവാക്കുന്നവനാണ്, പക്ഷേ പാപത്തെ വെറുക്കുവാൻ എന്നെ സഹായിക്കണമേ. Avoiding sin is righteousness. പാപത്തെ ഒഴിവാക്കുക എന്ന് പറയുന്നത് അത് നീതിയാണ്. Hating sin is purity of heart. എന്നാൽ ഹൃദയത്തിൽ നിന്ന് ഹൃദയശുദ്ധി എന്ന് പറയുന്നത് പാപത്തെ വെറുക്കുന്നതാണ്. And that is God's nature is love. ദിവ്യ സ്വഭാവം എന്ന് പറയുന്നത് സ്നേഹമാണ്. Purity of heart means loving Jesus with all our heart and loving others without any bitterness or any wrong attitude towards them. ഹൃദയശുദ്ധി എന്ന് പറയുന്നത് ദൈവത്തെ സ്നേഹിക്കുന്നതോടൊപ്പം മറ്റുള്ളവരെ അവരെ ഒരു കയ്പോ വിദ്വേഷവും ഇല്ലാതെ അവരെ സ്നേഹിക്കുന്നതാണ്. Romans 5 says the Holy Spirit comes to fill our heart with love. നാം റോമാലേഖനം 5-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിൽ നാം വായിക്കുന്നത് പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തെ ദൈവസ്നേഹത്താൽ നിറയ്ക്കുന്നു. People ask, what is the mark of being filled with the Holy Spirit? ആളുകൾ ചോദിക്കാറുണ്ട് പരിശുദ്ധാത്മാവിന്റെ നിറവിന്റെ അടയാളം എന്താണ്? They say Acts 2:4 speaking in tongues. അവർ പറയും അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിൽ പറയുന്ന അന്യഭാഷാ ഭാഷണം. I say that is a historical portion of scripture. Don't get a doctrine from a historical portion of scripture. ഞാൻ പറയും അപ്പോസ്തല പ്രവൃത്തികൾ അത് ഒരു ചരിത്ര പുസ്തകമാണ്. ഒരു ചരിത്ര പുസ്തകത്തിൽ നിന്ന് നിങ്ങൾ ഒരു ഉപദേശം ഉണ്ടാക്കാതിരിക്കുക. I will tell you a doctrinal portion, Romans 5:5. ഞാൻ നിങ്ങൾക്ക് റോമാലേഖനം 5-ാം അധ്യായം അവിടെ ഒരു ഉപദേശ ഭാഗമാണത്. Mark of being filled with the Spirit is you love God with all your heart and you love other people as yourself. നിങ്ങൾ ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കുന്നതും മറ്റുള്ളവരെ നിങ്ങൾ ആ രീതിയിൽ സ്നേഹിക്കുന്നതുമാണ് നിറവിന്റെ അടയാളം. അതാണ് ഹൃദയശുദ്ധി. The next one, verse number 7. 7-ാമത്തെ കാര്യം Matthew 5:9. മത്തായി 5:9. Blessed are the peacemakers. സമാധാനമുണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ. Those who are always looking out for peace. എപ്പോഴും സമാധാനത്തെ അന്വേഷിക്കുന്നവർ. For that you must always have peace in your heart. അതിനെപ്പോഴും നിങ്ങളുടെ ഹൃദയത്തിൽ സമാധാനമുണ്ടാകണം. The mind of the Spirit, we read in Romans 8:6, is peace. നാം ആത്മാവിന്റെ മനസ്സ് എന്ന് പറയുന്നത് റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിൽ നാം വായിക്കുന്നു സമാധാനമാണ്. If you don't have peace in your mind, you are not in tune with the Holy Spirit. നിങ്ങളുടെ മനസ്സിൽ സമാധാനമില്ലെങ്കിൽ നിങ്ങൾ പരിശുദ്ധാത്മാവിനോട് നിങ്ങൾ ചേർന്നല്ല നടക്കുന്നത്. I want always my mind to be at peace. എൻ്റെ മനസ്സ് എപ്പോഴും സമാധാനത്തിലായിരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. When you are irritated with somebody, you must keep your mouth shut. നിങ്ങൾ ആരോടെങ്കിലും അസ്വസ്ഥനായിരിക്കുമ്പോൾ നിങ്ങളുടെ വായ അടച്ചിരിക്കുക. When you are irritated with your wife, keep your mouth shut. നിങ്ങൾക്ക് ഭാര്യയോട് നിങ്ങൾക്ക് അസ്വസ്ഥതയുള്ളപ്പോൾ നിങ്ങൾ വായ അടച്ചു വെക്കുക. When you are irritated with your husband, keep your mouth shut. നിങ്ങളുടെ ഭർത്താവിനോട് നിങ്ങൾക്ക് അസ്വസ്ഥതയുള്ളപ്പോൾ വായ അടച്ചു വെക്കുക. Cleanse yourself during that time. ആ സമയത്ത് നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുക. Peace is the mind of the Holy Spirit. സമാധാനം എന്ന് പറയുന്നത് അത് പരിശുദ്ധാത്മാവിന്റെ ചിന്തയാണ്. Blessed are the husbands and wives who are peacemakers in the home. വീടുകളിൽ സമാധാനം ഉണ്ടാക്കുന്ന ഭർത്താക്കന്മാർ ഭാര്യമാർ അവർ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. Most husbands and wives are quarrel makers. അനേക ഭർത്താക്കന്മാരും ഭാര്യമാരും വഴക്കുണ്ടാക്കുന്നവരാണ്. For a silly little thing they'll have a quarrel.
ചെറിയൊരു കാര്യത്തിന് അന്യോന്യം വഴക്കുണ്ടാക്കുന്നു. Think of all the quarrels you have had. Have anything of those got to do with spiritual matters? നിങ്ങൾ ഉണ്ടാക്കിയ വഴക്കുകളെ കുറിച്ചൊക്കെ ഒന്ന് ചിന്തിക്കുക. എന്തെങ്കിലും ആത്മീയ കാര്യങ്ങളെ കുറിച്ചാണോ നിങ്ങൾ Usually some വഴക്കുണ്ടാക്കിയത്? silly earthly thing. പലപ്പോഴും എന്തെങ്കിലും നിസ്സാരമായ ഭൗതികമായ കാര്യങ്ങളെക്കുറിച്ച്. A servant of the Lord must always seek for peace. ഒരു ദൈവദാസൻ എപ്പോഴും സമാധാനം അന്വേഷിക്കുന്നവനായിരിക്കണം. In the home first. വീട്ടിലാദ്യം, Jerusalem first, then Judea, then the uttermost parts of the earth. യെരുശലേമിലും യഹൂദിയിലും പിന്നീട് ലോകത്തെമ്പാടും. Then number 8. എട്ടാമത്തെ കാര്യം, Those who are persecuted for righteousness' sake are blessed. നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ That ഭാഗ്യവാന്മാർ. means standing up for the truth in your office even if you lose your job. നിങ്ങളുടെ ജോലി നഷ്ടപ്പെട്ടാലും സാരമില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ നിങ്ങളുടെ ഓഫീസിൽ സത്യത്തിന് വേണ്ടി നിൽക്കുന്നത്. I experienced that many times when I was in the Navy. ഞാൻ നേവിയിലായിരുന്നപ്പോൾ പലപ്പോഴും എനിക്ക് അത് അനുഭവിക്കേണ്ടി വന്നു. When I was asked to sign a false statement, അവിടെ എന്തെങ്കിലും ഒരു തെറ്റായ കാര്യം ഒപ്പിടുവാൻ എന്നോട് പറയും. tell my senior officer, sir, excuse me, I'm a Christian. My conscience does not permit me to sign that. അപ്പോൾ ഞാൻ എൻ്റെ മേലധികാരിയോട് ഇപ്രകാരം പറയും, സാറേ എന്നോട് ക്ഷമിക്കണം, ഞാൻ ഒരു ക്രിസ്ത്യാനിയാണ്, ഈ ഡോക്യുമെന്റ് ഒപ്പിടുവാൻ എൻ്റെ മനസ്സാക്ഷി എന്നെ അനുവദിക്കുന്നില്ല. Once my senior officer got so angry with me that in half an hour I was transferred. ഒരു പ്രാവശ്യം എൻ്റെ മേലധികാരിക്ക് എന്നോട് വളരെയധികം ദേഷ്യം വരികയും അരമണിക്കൂറിനുള്ളിൽ എന്നെ മറ്റൊരു സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയും ചെയ്തു. അരമണിക്കൂർ. I said fine. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല. God will test you to see whether you love righteousness or whether you love your job more. നിങ്ങൾ നീതിയെയാണോ സ്നേഹിക്കുന്നത് അതോ നിങ്ങളുടെ ജോലിയെയാണോ കൂടുതൽ സ്നേഹിക്കുന്നത്? ദൈവം നിങ്ങളെ പരീക്ഷിക്കും. I know one brother in Kerala who lost his job because he refused to write false accounts after he got converted. താൻ രക്ഷിക്കപ്പെട്ട ശേഷം താൻ തെറ്റായ രീതിയിൽ കണക്കെഴുതുകയില്ല എന്ന് തീരുമാനിച്ചതുകൊണ്ട് തൻ്റെ ജോലി നഷ്ടപ്പെട്ട ഒരു സഹോദരനെ കുറിച്ച്, കേരളത്തിലുള്ള സഹോദരനെ കുറിച്ച് എനിക്കറിയാം. CFC-യിലല്ല. I didn't even know him. എനിക്ക് അവനെ അറിയില്ലായിരുന്നു. But he read my books and he came all the way to Bangalore to ask me a question. അവൻ എൻ്റെ പുസ്തകം വായിച്ച് അദ്ദേഹം ബാംഗ്ലൂർ വരെ യാത്ര ചെയ്ത് എന്നോട് ഈ ഒരു ചോദ്യം ചോദിക്കുവാനായിട്ട് വന്നതാണ്. He said, I got born again a few weeks ago and I refused to write false accounts after that in my office. ഞാൻ എൻ്റെ വീണ്ടും ജനനം പ്രാപിച്ച് ചില ആഴ്ചകൾക്ക് മുമ്പാണ് ഞാൻ എൻ്റെ ഓഫീസിൽ ചെന്ന് ഞാൻ തെറ്റായ കണക്കുകൾ എഴുതുകയില്ല എന്ന് തീരുമാനിച്ചു. All the people in my church told me, no, you have to adjust. If you live in this earth, you cannot live with such righteousness. എൻ്റെ സഭയിലുള്ള എല്ലാ ആളുകളും പറഞ്ഞു, നീ കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണം, ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്താലേ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞു. But I refused to do that and I lost my job. ഞാനത് ചെയ്യുവാൻ വിസമ്മതിച്ചു. ഇപ്പോൾ എൻ്റെ ജോലി പോയിരിക്കുന്നു. I've got a wife and a daughter. എനിക്ക് ഒരു ഭാര്യയുണ്ട്, മകളുണ്ട്, എനിക്ക് ജോലിയില്ല. I said, you may starve. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ഒരു പക്ഷേ പട്ടിണി കിടക്കേണ്ടി വന്നേക്കാം, ഒരു പക്ഷേ നിങ്ങൾക്ക് മരിക്കേണ്ടി വന്നേക്കാം. My wife and daughter also may die of starvation. ഒരു പക്ഷേ പട്ടിണി കൊണ്ട് നിങ്ങളുടെ ഭാര്യയും കുഞ്ഞും മരിച്ചേക്കാം. Praise the Lord. എന്നാലും നിങ്ങൾ ദൈവത്തെ സ്തുതിക്കുക. Okay, having frightened him, I said, now I'll tell you something else. അങ്ങനെ ഞാൻ പേടിപ്പിച്ച ശേഷം അവനോട് പറഞ്ഞു, ഇപ്പൊ ഞാൻ നിന്നോട് മറ്റൊരു കാര്യം But പറയാം. you will not starve. എന്നാൽ നീ പട്ടിണി കിടക്കില്ല. Because there's a verse in the Old Testament which says, those who honor me I will honor, says the Lord. പഴയ നിയമത്തിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട് സഹോദര, എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കും. So I don't have influence to get you a job, but God has got enough influence. എനിക്ക് നിങ്ങൾക്ക് ഒരു ജോലി മേടിച്ചു തരുവാനായിട്ടുള്ള സ്വാധീനം എനിക്കില്ല, പക്ഷെ ദൈവത്തിന് നിനക്കൊരു ജോലി തരുവാനായിട്ട് കഴിയും. He got a much better job as an accountant where he didn't have to write false accounts. അപ്പോൾ തനിക്ക് ഉടനെ തന്നെ ഒരു തെറ്റായ കണക്കുകൾ എഴുതണ്ടാത്ത, അക്കൗണ്ടന്റ് അല്ലാത്ത മറ്റൊരു ജോലി വളരെ പെട്ടെന്ന് അദ്ദേഹത്തിന് കിട്ടി. Have you had even one experience like that where you suffered for righteousness and God honored you? നിങ്ങൾ നീതിക്ക് വേണ്ടി നിങ്ങൾക്ക് പ്രയാസപ്പെടേണ്ടി, കഷ്ടപ്പെടേണ്ടി വരികയും ദൈവം നിങ്ങളെ മാനിക്കുകയും ചെയ്ത ഒരു അനുഭവമെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ? I had many experiences like that. അങ്ങനെയുള്ള പല അനുഭവങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. And I know I was only 22, 23 years old. എനിക്ക് 22, 23 വയസ്സുള്ളപ്പോഴാണ്. I know God was testing me. ആ കാലഘട്ടത്തിൽ ദൈവം എന്നെ പരീക്ഷിക്കുകയായിരുന്നു. And then when I was 24, he called me out to leave my job to serve him. 24 വയസ്സുള്ളപ്പോൾ എന്റെ ജോലി വിട്ട് ദൈവത്തെ മുഴുവൻ സമയവും ശുശ്രൂഷിക്കുവാൻ ദൈവം എന്നെ വിളിച്ചു. If I failed those tests of righteousness, he would not have called me, I'm sure. ഞാൻ ആ നീതി നിമിത്തമുള്ള ഉപദ്രവങ്ങളിൽ ഞാൻ പരാജയപ്പെട്ടിരുന്നുവെങ്കിൽ ദൈവം എന്നെ വിളിക്കുകയില്ലായിരുന്നു എന്ന് എനിക്ക് ഉറപ്പാണ്. Some of you who have made a little more money by being unrighteous, you don't know what you have missed in God's calling for your life. നിങ്ങൾ അവിശ്വസ്തതയിലൂടെ ഈ തരത്തിൽ നിങ്ങൾ അല്പം കൂടെ പണം ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കാം, എന്നാൽ നിങ്ങൾ അതിലൂടെ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത് എത്ര അധികമാണ് എന്ന് നിങ്ങൾ അറിയുന്നില്ല. Those who are persecuted for righteousness' sake. നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ Number 9. ഒമ്പതാമത്തെ കാര്യം, those who are blessed are you are persecuted for Jesus' sake. ഇവിടെ പറയുന്നു, നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ യേശുവിന്റെ നാമനിമിത്തം, എന്റെ നാമനിമിത്തം. അത് different from verse 10.
10-ാം വാക്യത്തിൽ നിന്ന് വ്യത്യാസമാണത്. This is not persecuted for righteousness' sake, this is persecuted for Jesus' sake. ഇവിടെ 11-ാം വാക്യത്തിൽ നാം വായിക്കുന്നത് ഇവിടെ എന്റെ നിമിത്തമാണ്, യേശു നിമിത്തം ഉള്ള That ഉപദ്രവം. means because you proclaim the name of Jesus, ഇവിടെ യേശുവിന്റെ നാമം പറഞ്ഞതുകൊണ്ട്, and those of other religions hate you, നിങ്ങൾ യേശുവിന്റെ നാമം ഉയർത്തിയതുകൊണ്ട് മറ്റ് and say മതങ്ങളിലുള്ളവർ നിങ്ങളെ all വെറുക്കും. kinds of evil against you. നിങ്ങളെ കുറിച്ച് എല്ലാ തിന്മയും കളവായി And പറയുന്നു. the people who speak most evil against us will be those who claim to be believers. നമ്മെക്കുറിച്ച് വളരെയധികം തിന്മയായി സംസാരിക്കുന്നത് See, വിശ്വാസികൾ എന്ന് പേര് എടുക്കുന്നവരാണ്. I'll tell you my experience the last 43 years. കഴിഞ്ഞ 43 വർഷത്തെ എൻ്റെ അനുഭവം ഞാൻ പറയാം. I can hardly think of any non-Christian or any other religion who has spoken evil against me. എനിക്കെതിരെ തിന്മയായിട്ട് കാര്യങ്ങൾ പറഞ്ഞ ഏതെങ്കിലും ഒരു അക്രൈസ്തവനെ കുറിച്ച് എനിക്കറിയില്ല. I cannot even think of any Roman Catholic or Jacobite or Orthodox people who have spoken against me. എനിക്ക് ഒരു യാക്കോബക്കാരനോ ഓർത്തഡോക്സുകാരനോ റോമൻ കത്തോലിക്കക്കാരനോ എനിക്കെതിരെ സംസാരിച്ചത് എനിക്ക് ഓർക്കുവാൻ കഴിയുന്നില്ല. 43 years the people who have spoken most against me and written articles against me are Brethren and Pentecostal people. എനിക്കെതിരെ കഴിഞ്ഞ 43 വർഷങ്ങളായി എനിക്കെതിരെ ലേഖനങ്ങൾ എഴുതുകയും എനിക്കെതിരെ തെറ്റായി സംസാരിക്കുകയും ചെയ്തത് ബ്രദറൻ പെന്റക്കോസ് വിശ്വാസികളാണ്. It's amazing. അത് വളരെ അത്ഭുതകരമാണ്. But then I look at the Bible. എന്നാൽ ഞാൻ വേദപുസ്തകത്തിലേക്ക് നോക്കുമ്പോൾ The Romans and the Greeks didn't want to kill Jesus. റോമക്കാർക്കും ഗ്രേക്കർക്കും ഒന്നും യവനന്മാർക്കും ഒന്നും യേശുവിനെ കൊല്ലുവാൻ താല്പര്യമില്ലായിരുന്നു. Pilate wanted to let him go. പീലാത്തോസിന് അവനെ വിട്ടുകളയുവാനാണ് വിടവനാണ് താല്പര്യം. Even the worldly Herodian group did not want to kill Jesus. ഹെരോദിയക്കാർക്ക് പോലും അവനെ കൊല്ലുവാൻ And താല്പര്യമില്ലായിരുന്നു. the false doctrine Sadducees also did not want to kill Jesus. അവിടെ തെറ്റായ ഉപദേശം പഠിപ്പിക്കുന്ന സദൂക്യർക്കും അവനെ കൊല്ലുവാൻ താല്പര്യമില്ലായിരുന്നു. Pharisees who held the Bible and held to the right doctrine, they are the ones who wanted to kill Jesus. എന്നാൽ ശരിയായ ഉപദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വേദപുസ്തകം പിടിച്ചുകൊണ്ടിരുന്ന പരീശന്മാർക്കാണ് യേശുവിനെ കൊല്ലുവാൻ So the താല്പര്യമുണ്ടായിരുന്നത്. Lord said to me, don't be surprised if it is the Pentecostals and brethren who criticize you the most. The same thing happened to him. നിന്നെ ഏറ്റവും കൂടുതൽ ഇപ്രകാരം തിന്മയായിട്ട് പറയുന്നത് പെന്തിക്കോസ്തുകാരും ബ്രദറൻകാരുമാണെങ്കിൽ നീ ആശ്ചര്യപ്പെടേണ്ട, യേശുവിന്റെ ജീവിതത്തിലും അത് തന്നെയാണ് സംഭവിച്ചത്. Jesus loved them and I love these people too. യേശു അവരെ സ്നേഹിച്ചു, ഞാനും അങ്ങനെയുള്ളവരെയും സ്നേഹിക്കുന്നു. By the grace of God, I can say it is impossible for the devil to get me to hate somebody now. ഇപ്പോൾ മറ്റൊരു വ്യക്തിയെ വെറുക്കുവാനായിട്ട് ആ രീതിയിൽ എന്നെ സ്വാധീനിക്കുവാൻ പിശാചിന് കഴിയില്ല എന്ന് ദൈവത്തിന്റെ കൃപയിൽ ആശ്രയിച്ച് ഞാൻ പറയട്ടെ. People insult you, persecute you, say all kinds of evil against you. Verse 11. 11-ാം വാക്യത്തിൽ പറയുന്നു, നിങ്ങളെക്കുറിച്ച് എല്ലാ തിന്മയും കളവായി പറയുകയും നിങ്ങളെ ആ രീതിയിൽ പഴിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്യുമ്പോൾ What should you do? Rejoice and be glad. നിങ്ങൾ അവിടെ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾ സന്തോഷത്തോടെ ആയിരിക്കുക. Don't sit and feel sorry for yourself. നിങ്ങൾ ഘോഷിച്ച് ഉല്ലസിക്കുക. നിങ്ങൾ അതിനെക്കുറിച്ച് These are the 9 ദുഃഖിച്ചിരിക്കരുത്. right attitudes we must have. നമുക്കുണ്ടായിരിക്കേണ്ട 9 ശരിയായ മനോഭാവങ്ങളെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. Please meditate on them in your time. നിങ്ങൾക്ക് സമയം ലഭിക്കുമ്പോൾ ഈ കാര്യത്തെക്കുറിച്ച് നിങ്ങൾ കൂടുതൽ Heavenly ധ്യാനിക്കുക. Father, സ്വർഗ്ഗസ്ഥനായ പിതാവേ, help us to understand these more thoroughly. കർത്താവേ, ഇത് കുറച്ചുകൂടെ നല്ല രീതിയിൽ മനസ്സിലാക്കുവാൻ ഞങ്ങളെ We സഹായിക്കണം. pray in Jesus' name. യേശുവിന്റെ നാമത്തിൽ തന്നെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ.